بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ബത്ശ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന പരിശുദ്ധ റമദാനിന്റെ അവസാന നാളുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. ജീവിതം മരണത്തിനുമപ്പുറം എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്റെ ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുൻപ് എന്റെ മുൻപിലിരിക്കുന്ന ഇത്രയും ആളുകളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കൂട്ടത്തിലെ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്വന്തം മരണത്തെക്കുറിച്ച് ഒരു 15 മിനിറ്റ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപാട് സ്വപ്നങ്ങളുമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന മരണത്തിന് കീഴ്പ്പെട്ട് ഒന്നുമറിയാത്തവനെ പോലെ സകല ഭാരങ്ങളും ഇറക്കി വെച്ചവനെ പോലെ വീട്ടിന്റെ ഡൈനിങ് ഹാളിലോ ഉമ്മറത്തോ ഒരു കട്ടിലിൽ നമ്മൾ കിടക്കുന്നത്, ആത്മാവിനെ മലക്കുകൾ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അതിനെ പിന്തുടർന്ന കണ്ണുകളുടെ വെളുപ്പ് കണ്ട് ആളുകൾ കണ്ണിന്റെ കൃഷ്ണമണികളടക്കം കണ്ണുകൾ അടച്ചു വെക്കുന്നത്, തുറന്നുപോയ നമ്മളുടെ വായ്ഭാഗം തുറന്നു പോകാതിരിക്കാൻ ഒരു ശീലക്കഷണം കൊണ്ട് കുടുംബക്കാരും നാട്ടുകാരും കൂട്ടിക്കെട്ടുന്നത്, വിടർന്നു പോകുന്ന കാലുകൾ അകർന്നു പോകാതിരിക്കാൻ 2 കാലിന്റെ തള്ളവിരലുകൾ ചേർത്ത് ഒരു ശീല കൊണ്ട് ചുട്ടിക്കെട്ടുന്നത്, വിവരമറിഞ്ഞ് കടന്നുവരുന്ന നാട്ടുകാർക്കും കുടുംബക്കാർക്കും ബന്ധക്കാർക്കും
തലഭാഗം മൂടിയിട്ടിരിക്കുന്ന തുണിമാറ്റി മക്കളോ മരുമക്കളോ ജ്യേഷ്ഠനോ ജ്യേഷ്ഠന്റെ മക്കളോ നമ്മളെ മുഖം കാണിച്ചു കൊടുക്കുന്നത്? അവസാനം മക്കളും കുടുംബക്കാരും മറക്കപ്പെട്ട താറപ്പായുടെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി വളരെ വൃത്തിയായി കുളിപ്പിച്ച് 3 വള്ളപ്പടവയിൽ പൊതിഞ്ഞ് വീണ്ടും ഉമ്മറത്തേക്ക് നമ്മളെ കൊണ്ടുവെക്കുന്നത്. അതിനുശേഷം 6 കാലുള്ള കട്ടിലെടുത്ത് 6 ആളുകളുടെ തോളിൽ വെച്ച് നിശ്ചയിക്കപ്പെട്ട പള്ളിയുടെ മുൻഭാഗത്ത് കൊണ്ടുവച്ച് നെഞ്ചു പൊട്ടിക്കൊണ്ട് നാട്ടുകാരും മക്കളും കുടുംബക്കാരും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവസാനം വീണ്ടും 6 കാലുള്ള കട്ടിലിൽ വെച്ച് നിശ്ചയിക്കപ്പെട്ട 6 അടി മണ്ണിലേക്ക് വെച്ച് സ്ലേവിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് നാട്ടുകാരും കുടുംബക്കാരും നമ്മളെ ഒറ്റക്കാക്കി തിരിച്ചു പോകുന്ന, പിന്നീട് റബ്ബിനെ കണ്ടുമുട്ടുന്ന കാലം വരെ ഒറ്റക്ക് ജീവിക്കേണ്ട സ്വന്തം ഖബറും മരണവും എപ്പോഴെങ്കിലും നമ്മളൊരു 15 മിനിറ്റ് ഇരുന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ആർക്കൊക്കെ വെറുപ്പുണ്ടെങ്കിലും ആരൊക്കെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ആരുടെയും സമ്മതങ്ങൾക്ക് കാത്തു നിൽക്കാതെ മരണം ഓരോരുത്തരെയായി തിരിച്ചു കൊണ്ടുപോകുകയാണ്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മണ്ടയിലേക്ക് എത്തുമോ? നേരം വെളുത്തന്നെ യാത്രയാക്കിയ എന്റെ ഭാര്യയുടെ കണ്ണുകൾ ആയുസ്സോടെ എനിക്ക് തിരിച്ചു കാണാൻ പറ്റുമോ എന്നുറപ്പില്ലാത്തൊരു വസ്തുവാണ് ഞാൻ. എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനും വീട്ടിലെത്തി നോമ്പ് തുറക്കാൻ നേരത്ത് മക്കളോ മരുമക്കളോ എടുത്തു തരുന്ന ഒരു ഗ്ലാസ് വെള്ളം തൊണ്ടയിൽ നിന്ന് താഴത്തേക്കിറക്കാൻ എനിക്ക് പറ്റും എന്നുറപ്പിച്ച് പറയാൻ സാധ്യമല്ലാത്ത, ഗ്യാരണ്ടിയില്ലാത്ത വസ്തുക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഒരിക്കലും നമ്മളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പൂർത്തീകരിച്ചിട്ടല്ല അല്ലാഹ് നമ്മളെ മരിപ്പിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മളെ പലരെയും മരിപ്പിക്കാൻ പടച്ച തമ്പുരാന് സാധിക്കുകയില്ലായിരുന്നു. അത്രമാത്രം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട്. ആ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ പടച്ച തമ്പുരാൻ പരിഗണിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന പല മരണവാർത്തകളും പത്രത്താളുകളിലൂടെയും കുടുംബത്തിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. റമദാനിന്റെ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഈ കേരളക്കരയിലെ ഒരു മരണവാർത്ത നമ്മൾ വായിച്ചു. ഒരു ചെറുപ്പക്കാരൻ കഷ്ടപ്പെട്ട് കച്ചവടം നടത്തി കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 32ാമത്തെ വയസ്സിൽ പ്രവേശിച്ച ആ ചെറുപ്പക്കാരന് സ്വന്തമെന്ന് പറയാൻ 28 വയസ്സുള്ള ഭാര്യയും 2 പെൺമക്കളും 1 വയസ്സും 3 മാസവും തികഞ്ഞ ഒരു ആൺകുട്ടിയും. ഒരുപാട് സ്വപ്നങ്ങളുമായി വാങ്ങപ്പെട്ട 3 സെന്റ് സ്ഥലത്ത് ആ ചെറുപ്പക്കാരൻ ഒരു തറയിട്ടു. വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ കുടുംബത്തിലുള്ള ഒരു പരിപാടിക്ക് വേണ്ടി ഭാര്യയോടൊപ്പം ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്ന നേരത്ത് മറ്റൊരു ലക്ഷ്യം തെറ്റി വന്ന കാറ് ഈ ചെറുപ്പക്കാരനെയും ഭാര്യയെയും ഇടിച്ചു തെറിപ്പിക്കുകയും 2 പേരും റോട്ടിൽ കിടന്ന് മരിച്ചു പോകുകയും ചെയ്തു. കാണാൻ മാത്രമില്ലാത്ത ആ മയ്യത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തി MSS ഓഡിറ്റോറിയത്തിന്റെ മരണത്തിന്റെ മയ്യത്തുകൾ കുളിപ്പിക്കുന്ന ഹാളിൽ വെച്ച് മയ്യത്ത് കുളിപ്പിച്ച് അവസാനം വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവച്ച ആ 2 മയ്യത്തുകൾ കണ്ട പലരും അന്നും ഇന്നും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ നാഥ, ഇതെന്തൊരു മരണമാ റബ്ബേ. അവസാനം കാണാൻ മാത്രം ആ ചെറുപ്പക്കാരന്റെ മയ്യത്തില്ല എന്ന് നാട്ടുകാര് ചിലര് പറഞ്ഞപ്പോ കാണിക്കല് നിർത്തുകയും എടുത്തുകൊണ്ടുപോകാൻ നേരത്തെ മക്കളെ കൊണ്ടൊന്ന് ഉമ്മ വെപ്പിച്ചോ എന്ന നാട്ടുകാരുടെ വാക്ക് കേട്ട് ആ പിഞ്ചു മകനെ കൊണ്ട് വാപ്പാന്റെ തോളത്തിൽ കിടക്കുന്ന വല്യുപ്പാന്റെ തോളത്ത് കിടക്കുന്ന പിഞ്ചുമകനെ കൊണ്ട് മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ ഉമ്മാന്റെ അടഞ്ഞ നെറ്റിയിൽ കണ്ണുകൾക്ക് മുകളിൽ ഉമ്മ വെപ്പിക്കാൻ നോക്കിയപ്പോ ആളെ കണ്ടിട്ടും കുറവ് കൊണ്ടും വല്യുപ്പാന്റെ തോളത്തേക്ക് തന്നെ മുഖം ചിരിച്ച് കരഞ്ഞ ആ പിഞ്ചു പൈതലിന്റെ മുഖം കണ്ട 5ഉം 8ഉം വയസ്സുള്ള പെൺമക്കളെ കണ്ട അന്നാളുകൾ ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒന്റെ തമ്പുരാനെ, ആ മക്കളെയൊക്കെ ഒരു നിലക്കെത്തിയിട്ട് മരിപ്പിച്ച പോരായിരുന്നോ? ആരാണ് റബ്ബേ ആ മക്കൾക്ക് ഇനി ഒരു വാപ്പ? ആരാണ് റബ്ബേ ആ പിഞ്ചു പെൺകുട്ടികൾക്കൊരു ഉമ്മ എന്ന് ചോദിച്ചുകൊണ്ട് വെപ്രാളപ്പെടുമ്പോ ഇന്നും ആ വല്യുപ്പാന്റെ കൈപിടിച്ച് 3 മക്കള് നടക്കുന്നത് കാണുമ്പോ
കരഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കും, എന്റെ നാഥ, നിന്റെ മക്കളൊക്കെ ഒരു നിലക്കെത്തിയിട്ട് നിന്നെ തിരിച്ചു കൊണ്ടുപോകാട്ടോ. പക്ഷെ അതൊന്നും റബ്ബ് പരിഗണിക്കാതെ ഈ ലോകത്ത് നിന്ന് നമ്മളെ അല്ലാഹു തആല തിരിച്ചു കൊണ്ടുപോകും. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നെഞ്ചിൽ പേറി അവസാനം ചിലതൊക്കെ നേടി ചിലതൊക്കെ നേടാതെ ഈ മണ്ണിലേക്ക് പോകുമ്പോ ആ യാത്രയെക്കുറിച്ച് ആയുസിന്റെ ഓരോ സെക്കൻഡും ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണവെപ്രാളം കാണിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പം ചില സഹാബാക്കള് കാണാൻ വേണ്ടി കയറി ചെന്നു നോക്കിയപ്പോ കാണുന്നത് അബൂ ഹുറൈറ കരയുകയാ. കയറി ചെന്ന സഹാബത്ത് ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, മരിക്കാൻ ഇത്ര പേടിയാണോ നിങ്ങൾക്ക്? മരണത്തെ പേടിച്ചിട്ടാണോ അബൂ ഹുറൈറ നിങ്ങൾ കരയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, സഹാബത്തെ, മരണത്തെ അബൂ ഹുറൈറ പേടിച്ചിട്ടില്ല, പക്ഷെ മരണത്തെ ഞാനും നിങ്ങളും പേടിക്കുന്നുണ്ട്. ഇന്ന് നേരം വെളുത്തപ്പോ ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം വാരിയലിന്റെ ഉള്ളിലൂടെ കുത്തിപ്പറയുന്ന ഒരു വേദന തോന്നിയാൽ നമ്മളിൽ പലരും പകുതി മരിക്കാൻ തുടങ്ങും. മക്കളെയും കൂട്ടി ഹോസ്പിറ്റലിൽ കയറി ചെന്ന് എല്ലാ ടെസ്റ്റും നടത്തി, എല്ലാ സ്കാനിങ്ങും നടത്തി അതൊരു ഗ്യാസിന്റെ വേദനയാണെന്ന് തിരിച്ചറിയുന്നത് വരെ നമ്മളിൽ ചിലര് മരിക്കുന്നൊരു മരണമുണ്ട്. വല്ലാതെ ഉരുകി എന്ത് സംഭവിക്കുമെന്ന ബേജാറോടെയുള്ള ജീവിതം. പക്ഷെ അബൂ ഹുറൈറ തിരിച്ചു പറഞ്ഞു, മരണത്തിനിക്ക് പേടില്ല സഹാബത്തെ. പിന്നെന്തിനാ അബൂ ഹുറൈറ നിങ്ങൾ കരഞ്ഞത്? തളർന്നുപോയ കൈകളെടുത്ത് വീട്ടിന്റെ വാതിൽക്കിലേക്ക് വിരൽ ചൂണ്ടി അബൂ ഹുറൈറ പറഞ്ഞു, അസ്സഫറു തവീലുൻ, ഞാനൊരു യാത്രക്കിറങ്ങുകയാ. മരണമെന്ന യാത്ര, ലോകത്തിന്റെ റബ്ബ് തീരുമാനിച്ച ആ ഖബറെന്ന ലോകം മുതൽ അള്ളാനെ കണ്ടുമുട്ടുന്ന മഹ്ശറ ലോകം, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തീരുമാനിക്കപ്പെടുന്ന ഒരിക്കലും അവസാനമില്ലാത്തൊരു യാത്ര. ആ യാത്രക്കിറങ്ങുകയാ ഞാൻ. അതേ മനുഷ്യരെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഇരുട്ടിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട 6 അടി മണ്ണിന്റെ ഇരുട്ടിലേക്കുള്ള യാത്രക്കിടയിലെ തുച്ഛമായ ഒരു ലോകം, അത് മാത്രമേ ഉള്ളൂ ദുനിയാവ്. അള്ള നീട്ടിത്തരുന്നത് എത്ര കൊല്ലമാണോ അത്രയും കാലം കിട്ടുന്നൊരു വെളിച്ചം. ആ വെളിച്ചം അവസാനിക്കാറായി. അസ്സഫറു തവീലുൻ, ഞാനൊരു യാത്രക്കിറങ്ങുകയാ. മരണമെന്ന യാത്ര. ആ യാത്ര എനിക്ക് സുഖകരമാകണമെങ്കിൽ എന്റെ കയ്യിൽ ഭക്ഷണം വേണം, അമലുകൾ എന്ന ഭക്ഷണം. 2 കൈയും വടർത്തിപ്പിടിച്ച് അബൂ ഹുറൈറ സ്വഹാബി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, വസ്സാദു ഖലീലുൻ, എന്റെ കയ്യിൽ ഭക്ഷണം കുറവാ സഹാബത്തെ. ആരാ ഉമ്മത്തെ ഇത് പറയുന്നത്? അള്ളാഹുവിന്റെ തിരുദൂതൻ, പൂച്ചകളെ നിങ്ങൾ വിട്ടേക്കണം, അതൊരു പാവം ജന്തു എന്ന റസൂലുള്ളാന്റെ വാക്ക് കേട്ട അന്ന് മുതൽ അബ്ദുള്ള എന്ന സ്വഹാബി എന്നും തോളത്തൊരു പൂച്ചക്കുട്ടിയെ ഓമനിക്കും. കിട്ടിയ കാരക്കയുടെ പകുതി ആ പൂച്ചക്കുട്ടിക്ക് കൊടുക്കും. അതിനെ ഓമനിക്കുന്നതും അതിനെ നെഞ്ചിലേക്ക് പൊത്തിപ്പിടിക്കുന്നതും കണ്ട ആളുകൾ വിളിച്ചു, അബൂ ഹുറൈറ, പൂച്ചക്കുട്ടിയുടെ വാപ്പ എന്ന് പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ അള്ളാന്റെ റസൂല് മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകുമ്പോ റസൂലുള്ളാന്റെ കാല് പതിഞ്ഞ മണ്ണിൽ അതേ സ്ഥാനത്ത് കാല് വെച്ച് മൂത്രമൊഴിക്കുന്ന അബൂ ഹുറൈറയെ കണ്ട തിരുദൂതൻ ഒരിക്കൽ ചോദിച്ചു, എന്താ അബൂ ഹുറൈറ ഈ കാണിക്കുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, അതിനും കൂലിയുണ്ടെങ്കിലോ നബിയെ. ഉഹദിലും ഖന്തക്കിലും ഖൈബറിലും ശത്രുക്കളുടെ വെട്ടേറ്റ് അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി പടയുന്ന സഹാബാക്കൾക്ക് വേണ്ടി ഒരു കൂജ വള്ളവുമായി യുദ്ധക്കളത്തിനിടയിലൂടെ ഓടി ഓരോ സഹാബത്തിന്റെയും നാവിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത അബൂ ഹുറൈറ, അബൂ ത്വാലിബിന്റെ തായ്വരയിൽ ശത്രുക്കൾ ഉപരോധിച്ചപ്പോ കൊടിയ പീഡനങ്ങൾക്കിടയിലും വിശപ്പിന്റെ ശക്തി കൊണ്ട് പച്ചമണൽ വാരിത്തിന്നേണ്ടി വന്ന അബൂ ഹുറൈറ, ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞോണ്ട് പറയാ, വസ്സാദു ഖലീലുൻ, എന്റെ കയ്യിൽ ഭക്ഷണം കുറവാ. ഖബറിൽ അള്ളാനെ കാണിക്കാനുള്ള ഭക്ഷണം എന്റെ കയ്യിൽ കുറവാ. ഇനി എനിക്ക് നേരമുണ്ടോ? വൽ മൗതു ഖരീബുൻ, മരണം എന്റെ വാതിൽക്കലുണ്ട്. മരണം ഞാൻ കിടക്കുന്ന വിരിപ്പിന്റെ ചുവട്ടിലുണ്ട്. മരണം ഞാൻ നടക്കുന്ന ചെരുപ്പിനടിയിലുണ്ട്. മരണം ഞാൻ ഓടിക്കുന്ന വാഹനത്തിന്റെ പിന്നാലെയുണ്ട്. അങ്ങനത്തെ ഞാൻ എങ്ങനെയാണ് സഹാബത്തെ ഒന്ന് ചിരിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണം ഏത് സെക്കൻഡും നമ്മളെ തേടിയെത്തും. ആ തേടിയെത്തുന്ന മരണത്തിന് ശേഷം നമ്മളോട് നമ്മളെ നാട്ടുകാർക്ക് ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്വവും അവര് നിർവഹിക്കും. ഞാനാണ് മരിച്ചതെന്ന് കേട്ടാലും, നിങ്ങളിൽ ആരാണ് മരിച്ചതെന്ന് കേട്ടാലും, കുടുംബക്കാരും സ്നേഹിക്കുന്നവരും നിങ്ങളെ മയ്യത്തിനെ ഒന്ന് കാണാൻ വരും. അടഞ്ഞ കണ്ണിലേക്കൊന്ന് നോക്കും. വലിച്ചു നീട്ടപ്പെട്ട താറപ്പായുടെ ചുവട്ടിലേക്ക് മാറിയിരിക്കും.
മക്കളെ ഒന്ന് തോളത്ത് തട്ടി ആശ്വസിപ്പിക്കും. മയ്യത്ത് നമസ്കാരം എപ്പോഴാണെന്ന് എഴുത്തിൽ നോക്കും. നേരമാകുമ്പോ പള്ളിയിലേക്ക് വരും. പിന്നാലെ നിന്ന് നമസ്കരിക്കുന്നവരോടൊപ്പം തക്ബീർ കെട്ടി നമസ്കരിക്കും. 6 കാലുള്ള കട്ടിലെടുത്ത് 6 അടി മണ്ണിന്റെ വക്കിലേക്ക് ചെല്ലും. ആദ്യം മയ്യത്ത് വെക്കും, ശേഷം സ്ലേബിട്ട് മൂടും. ഓരോരുത്തരും 3 പിടി മണ്ണ് വാരിയിടുമ്പോ കബറ് കിളച്ചവൻ കബറിലേക്ക് മണ്ണ് നീക്കി ഒരു കബറിന്റെ കോലത്തിൽ കബറാക്കി വെക്കുമ്പോ നാട്ടുകാരും കുടുംബക്കാരും നമുക്കുള്ള അവസാനത്തെ യാത്രയപ്പ് തരും. ആ യാത്രയപ്പ മനുഷ്യരെ തസ്ബീത്ത് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, നാദാ ഈ ഖബർ കിടക്കുന്നതിന്റെ ബാപ്പയാ റബ്ബേ, നിന്റെ ഉമ്മയാ റബ്ബേ, നിന്റെ മക്കളാ റബ്ബേ, നിന്റെ ഭാര്യയാ റബ്ബേ. അതുകൊണ്ട് നാദാ സബ്ബിതുഹു ഇൻദ സുആൽ, നീ ചോദിക്കുന്ന ചോദ്യത്തിന് ധൈര്യത്തോടെ നിൽക്കാൻ നീ കഴിവ് കൊടുക്കണേ റബ്ബേ. മനുഷ്യരെ, ഈ കാണുന്ന പവർ ദുനിയാവിലുള്ളൂ. പണം കൊണ്ടും അധികാരം കൊണ്ടും തറവാട്ട് കൊണ്ടും ആരുടെ മുൻപിലും എഴുന്നേറ്റ് നിൽക്കാനുള്ള പവർ ഈ ദുനിയാവിലെ മണ്ണിന്റെ പുറത്തേയുള്ളൂ. 6 അടി മണ്ണിൽ വെച്ചാൽ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും അള്ളാന്റെ കാരുണ്യം വേണം, അള്ളാഹുവിന്റെ ശ്രേഷ്ഠത വേണം. ആ ശ്രേഷ്ഠതക്ക് വേണ്ടി ആ കബറും പുറത്തുനിന്ന് ആളുകൾ ചോദിക്കുന്നത് സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. നാദാ നീ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടിപ്പോകാതെ മറുപടി പറയാൻ കഴിവ് കൊടുക്കണേ നാദാ. മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ മാ ദീനുക എന്ന് ചോദിക്കുന്ന സമയത്ത് മാ ഹാദൽ കിതാബ് മാ ഹാദർ റസൂൽ എന്ന് ചോദിക്കുമ്പോ എനിക്കറിയില്ല റബ്ബേ. ദുനിയാവിലെ പരസ്യങ്ങൾക്ക് പിന്നാലെ, നടീനടന്മാർക്ക് പിന്നാലെ, രാഷ്ട്രീയക്കാരന്റെ വിടുവായത്വത്തിന്റെ പിന്നാലെ പത്രങ്ങൾ വായിച്ചുകൂട്ടി ഞാനങ്ങനെ ജീവിച്ചവൻ എന്ന് തിരിച്ചു പറഞ്ഞു പോകാതിരിക്കാൻ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നാദാ നീ ചോദിക്കുന്ന ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം പറയാനുള്ള ഒരു കൈവിങ്ങി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ഏതൊരു മയ്യത്തിനെയും കബറിലേക്ക് വെക്കുമ്പോ ആ സ്ലേബിട്ട് 3 പിടി മണ്ണ് വാരിയിട്ടാൽ അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആരും കാണാറില്ല, നമ്മൾ ചിന്തിക്കാറുമില്ല. പക്ഷേ അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, കബറിലേക്ക് മയ്യത്തിനെ വെച്ച് നിങ്ങളെ കണ്ണിൽ നിന്നും മയ്യത്ത് മറയുമ്പോ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം, ശിക്ഷ ആ കബറിലേക്ക് ഇറങ്ങാനുണ്ട്. വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും കബറിന്റെ ഭയാനകത ആ ആത്മാവിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ 2 കബറിന്റെ ഭാഗങ്ങളും അള്ളയങ്ങ് ഇടുക്കിക്കളയും. അള്ളാന്റെ റസൂലുള്ള മദീനത്തെ പള്ളിയിൽ വെച്ച് 2 കൈകളും ചേർത്ത് പിടിച്ച് കാണിച്ചു കൊടുത്തു സഹാബത്തെ. ആ മയ്യത്തിന്റെ 2 വാരിയല്ലുകളും കോർത്തു പോകുമാറ് അള്ളാഹ് കബറങ്ങ് ഇടുക്കിക്കളയും. ആ ഇടുക്കുന്ന വേദനയിൽ മയ്യത്തിന്റെ കരച്ചിലെങ്ങാനും കബറിന്റെ മുകളിൽ നിൽക്കുന്ന നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ നെഞ്ചുപൊട്ടി മരിച്ചു പോകുമായിരുന്നു. ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി നിങ്ങൾ അള്ളാന്റെ കബറിന്റെ പറമ്പിലേക്ക് ചെല്ലില്ലായിരുന്നു. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുവേ ആ കബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ ആത്മാവിനെ നീ കാത്തോളണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. അല്ലാഹുവേ എല്ലാ പാപങ്ങളും പുറത്ത് നിർഭയത്വത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ജീവിതം, ആ സ്വർഗത്തിന്റെ ഒരു കവാടം നീ ആ കബറിലേക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ. ഇന്ന് 10-15 മിനിറ്റ് നേരം മാത്രം എല്ലാവരും തിരിച്ചു പോകും. പിന്നെ ആരാ മനുഷ്യരെ നമ്മളെ കബറും പുറത്ത് വരാറുള്ളത്? പിന്നെ ആരാ മനുഷ്യരെ നമ്മളെ പറ്റി ചിന്തിക്കാറുള്ളത്? നാട്ടിലും വീട്ടിലും കൂട്ടിലും കുടുംബത്തിലും വേണ്ടപ്പെട്ട എത്ര മയ്യത്തുകളെ നമ്മൾ കൊണ്ടച്ചാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു വക്തിനെങ്കിലും ആ കിടക്കുന്ന വ്യക്തിയെ പറ്റി ചിന്തിച്ചോ? അന്ന് കിടന്ന ആളെ പറ്റി നമ്മൾ ആലോചിച്ചോ? ഇല്ലല്ലോ. എങ്കിൽ അതുപോലെ ആരും ഓർക്കാത്തൊരു വിസ്മൃതിയിലേക്ക് ദുനിയാവിൽ നമ്മൾ മാറിപ്പോകുമെങ്കിലും അള്ളാഹ് കാത്തുവെച്ചിരിക്കുന്ന കബറിൽ പിന്നെ നമ്മൾ ജീവിതം ആരംഭിക്കുകയാ. ആ ലോകത്തെക്കുറിച്ച് ആ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അള്ളാഹ് പുനർജീവിപ്പിക്കപ്പെടുന്ന കാലം വരെ നിങ്ങൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് ആ 6 അടി മണ്ണെന്ന് പേര് വിളിക്കുന്ന കബറെന്ന ലോകമാ. ആ കബറെന്ന ലോകം കാണാൻ ചെറുതാണെങ്കിലും അനുഭവിക്കാൻ വലുതാ മനുഷ്യരെ. കാരണം ലോകത്തിന്റെ റസൂലുള്ള 63-ാമത്തെ വയസ്സിലാ മരണപ്പെട്ടത്.
ദുനിയാവിൽ അല്ല റസൂലുള്ളാക്ക് കൊടുത്ത ആയുസ് 63 കൊല്ലം. അതേ റസൂലുള്ളാക്ക് അല്ല ഖബർ കൊടുത്ത വയസ്സ് ഇന്നേക്ക് 1400 കൊല്ലത്തിലധികമായി. അഥവാ റസൂലുള്ള ഇന്ന് ഖബറിൽ ജീവിച്ചു തുടങ്ങിയിട്ട് 1400 വർഷങ്ങളിലധികമായി. എന്റെ വല്യുപ്പാന്റെ വാപ്പ മരിച്ചത് 72ാമത്തെ വയസ്സിലാണ്. ആ വല്യുപ്പാന്റെ വാപ്പ ഇന്നേക്ക് ഖബറിൽ 118 കൊല്ലമായി. അഥവാ ദുനിയാവിൽ ജീവിച്ചതിനേക്കാൾ ഏറെ ഞാനും നിങ്ങളും ജീവിക്കേണ്ടി വരിക 6 അടി മണ്ണെന്ന ഖബറിന്റെ ലോകത്താ. ആ ഖബർ ലോകം കാണുന്ന മാതിരി സുഖമുള്ളതായിരുന്നെങ്കിൽ മരണം സന്തോഷമാണെന്ന് നമ്മൾക്ക് പറയാം. ചിലര് പറയുന്നത് പോലെ രോഗം കൊണ്ട് കഷ്ടപ്പെടുമ്പോ, വേദന സഹിക്കാൻ പറ്റാതാകുമ്പോ, കടം മുടിഞ്ഞ് ബുദ്ധിമുട്ടുമ്പോ ചിലര് പറയും ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു റബ്ബേ. അവരെ വിചാരം മരിച്ചു കഴിഞ്ഞാ പിന്നെ ഖബറിൽ ഭയങ്കര സുഖാന്ന. അല്ലട്ടോ, ദുനിയാവിലുള്ള പ്രയാസങ്ങൾക്കൊരു അറുതിയുണ്ട്. ഇന്നമ അൽ ഉസ്രി യുസ്റ. അല്ല മാറ്റിത്തരുന്നുള്ളൊരു പ്രതീക്ഷ വെക്ക. അതല്ല ലഘൂകരിച്ചു തരും. എല്ലാ കാലത്തും പരീക്ഷണങ്ങൾ ഉണ്ടാവൂല എന്നൊരു പ്രാർത്ഥന നമുക്ക് നടത്താം. എന്തെങ്കിലും ചെയ്താൽ ചില പരീക്ഷണങ്ങൾ അല്ല മാറ്റിത്തരുകയും ചെയ്യും. പക്ഷേ ഖബറിൽ മനുഷ്യരെ അല്ല തീരുമാനിച്ചത് ദുരിതമാണെങ്കിൽ, അല്ല ഏൽപ്പിക്കുന്നത് സങ്കടമാണെങ്കിൽ, ആ ഖബറിൽ ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചിലത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലേ ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരിക്കൽ ഒരു സ്വഹാബത്തിനെ ബഖീഉൽ അർഖദിൽ മറമാടി തിരുദൂതനും സഹാബത്തും തസ്ബീത്ത് ചൊല്ലി. സഹാബാക്കളൊക്കെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. പക്ഷെ അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് പോകുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഒരു ചുള്ളിക്കമ്പെടുത്ത് ഖബറിന്റെ തലഭാഗത്ത് അള്ളാന്റെ റസൂൽ ഇങ്ങനെ കുത്താൻ തുടങ്ങി. സഹാബാക്കളൊക്കെ നടത്തം നിർത്തി തിരിച്ചു വന്നു റസൂലുള്ളാന്റെ ചുറ്റുമിരുന്നു. പതിവില്ലാത്തൊരു കാഴ്ചയാ. എന്താ അത് എന്നറിയാൻ വേണ്ടി. പക്ഷെ റസൂലുള്ളാനോട് ചോദിക്കാൻ സഹാബാക്കൾക്ക് പേടി. ആരോടോ ദേഷ്യം പിടിച്ചതുപോലെ അള്ളാന്റെ റസൂല് ആ ഖബറും പുറത്തേക്ക് കുത്തുന്ന ആ ചുള്ളിക്കമ്പിന്റെ കുത്തലിന് ശക്തി കൂട്ടി. ഓരോ കുത്തലിനിടയിലും ആ ചുള്ളിക്കമ്പിന്റെ അറ്റങ്ങൾ പൊടിഞ്ഞു പോകുന്നുണ്ട്. അവസാനം ഒരുപാട് ദേഷ്യത്തോടെ ആ കയ്യിലുള്ള ചുള്ളിക്കമ്പ് ഖബറും പുറത്തേക്ക് ആഞ്ഞു കുത്തുമ്പോ അതിന്റെ അറ്റം പൊടിഞ്ഞ് 2 കൈവിരലറ്റങ്ങൾ ഖബറും പുറത്തുള്ള മണ്ണിൽ പതിയുമ്പോ ചാടി എഴുന്നേറ്റ് റസൂലുള്ള സഹാബത്തിന്റെ നേരെ നോക്കി നിന്നു. സഹാബത്ത് പറയുന്നു, കണ്ണുകൾ നിറഞ്ഞ് ചുവന്ന് തൊടുത്ത് ചുണ്ടുകൾ വിതുമ്പി അള്ളാന്റെ റസൂലിനെ മുമ്പൊന്നും കാണാത്ത രൂപത്തിൽ ഞങ്ങൾ കണ്ടു. ആ വിങ്ങിപ്പൊട്ടുന്ന കരച്ചിലിനിടയിൽ സഹാബത്തിന്റെ മുഖത്ത് നോക്കി അള്ളാന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, എന്റെ ജനങ്ങളെ, ഇത്തഖൂ അദാബൽ ഖബർ, നിങ്ങൾ ഖബറിലെ ശിക്ഷയെ ഭയപ്പെടണം. നിങ്ങൾക്കത് സഹിക്കാൻ സാധിക്കില്ല. അള്ളാഹ് കാത്തുവെച്ചിട്ടുള്ള ഖബറിലെ ഭീകരമായ രംഗം നിങ്ങൾ കണ്ടിട്ടില്ല സഹാബത്തെ. ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ആയുസ്സിൽ കുറച്ചേ നിങ്ങൾ ചിരിക്കൂ, ആയുസ് മുഴുവനും നിങ്ങൾ കരയേണ്ടി വരുമായിരുന്നു. തിരുദൂതന്റെ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, എന്തൊക്കെയാ ഖബറിൽ അള്ള ഒരുക്കിയിട്ടുള്ള ശിക്ഷ? ജീവിതത്തിന് ശേഷം, മരണത്തിൽ, ആ മരണശേഷം അള്ള ഒരുക്കി വെച്ച ശിക്ഷകൾ എന്തൊക്കെയാ? ഒരു സുദീർഘമായ ഹദീസിലൂടെ അള്ളാന്റെ തിരുദൂതൻ അത് വിശദീകരിച്ചു കൊടുത്തു. രാത്രി 2 ആളുകൾ എന്റെ അരികിലേക്ക് വന്നു. 2 പേരും എന്നോട് പറഞ്ഞു, ഇൻതൊലിക്, എഴുന്നേറ്റ് നടക്കൂ പ്രവാചകരെ. അവരോടൊപ്പം ഞാനിങ്ങനെ യാത്ര ആരംഭിച്ചു. എന്നോടൊപ്പമുള്ള ഒന്ന് ജിബ്രീലാണെന്ന് എനിക്ക് മനസ്സിലായി. ആ 2 പേരോടൊപ്പം ഞാൻ അങ്ങനെ യാത്ര തുടങ്ങിയപ്പോ ഫഅതൈനാ അലാ റജുലിൻ മുൽതജിഇൻ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യന്റെ അരികിലേക്ക് ഞങ്ങൾ എത്തി. അവനങ്ങനെ മലർന്നു കിടക്കുകയാണ്. ആ കിടക്കുന്നവന്റെ അരികിൽ തന്നെ വറജുലുൻ ഉഖ്റ, മറ്റൊരാള് നിൽക്കുന്നുണ്ട്. നിൽക്കുന്നവന്റെ കയ്യിൽ വലിയൊരു പാറക്കല്ലുണ്ട്. ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നു, ഒരു 100 ആളെടുത്താലും പൊങ്ങാത്തത്ര വലുപ്പത്തിലുള്ള ഒരു പാറക്കല്ല്. ആ പാറക്കല്ലുമായി നിൽക്കുന്നവനെ അത്ഭുതത്തോടെ അള്ളാന്റെ റസൂല് നോക്കുമ്പോ ആ പാറക്കല്ല് പിടിച്ചവൻ പ്രകാശത്തെക്കാൾ വേഗതയിൽ ആ പാറക്കഷണം കിടക്കുന്നവന്റെ തലയിലേക്ക് വലിച്ചെറിഞ്ഞു. ഏറിന്റെ ശക്തി കൊണ്ട് തലയോട്ടിയടക്കം പൊട്ടിച്ചതറി 4 ഭാഗത്തേക്കും ചതറിത്തെറിച്ചു. പ്രാണവേദനയോടെ ആ മനുഷ്യൻ കാലിട്ടടിച്ചു. ഏറിന്റെ ശക്തി കൊണ്ട് എറിഞ്ഞ കല്ലുരുണ്ടുപോയി. എറിഞ്ഞവൻ കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും ചെതറിത്തെറിച്ചു പോയ തല പൂർവസ്ഥിതിയിലായിട്ടുണ്ട്. വീണ്ടും കല്ലെടുത്തെറിഞ്ഞു, തല തെറിച്ചു. ചിന്ന കഷണങ്ങളായി തെറിച്ചു മാറി. കല്ലുരുണ്ടു. ഉരുണ്ട കല്ലെടുത്ത് തിരിച്ചു വന്നു. തല ആദ്യത്തെ സ്ഥിതിയിൽ തന്നെ. നെഞ്ചത്ത് കൈവച്ച് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, മാ ഹാദാനി യാ ജിബ്രീൽ, ജിബ്രീലേ, ആരാണിവർ? എന്താ മനുഷ്യൻ ചെയ്ത കുറ്റം?
അള്ളാഹുവിന്റെ തിരുദൂതന് മറുപടി കിട്ടി, പ്രവാചകരെ, ആ പാറക്കല്ലുമായി നിൽക്കുന്നവൻ ആരാണെന്നറിയണോ? അവനെപ്പറ്റി ഖുർആനിൽ അല്ലാഹ് പരാമർശിച്ചിട്ടുണ്ട്. നാളെ റബ്ബിന്റെ മഹിശറാ ലോകത്തെ പടച്ച തമ്പുരാൻ ഓരോരുത്തരെയും അണിയണികളാക്കി നിർത്തുമ്പോ മനുഷ്യരോട് റബ്ബ് പറയും, ഫൽയദ്ഉ നാദിയ, വിളിയടോ, നിനക്കുണ്ട് എന്ന് നീ അവകാശപ്പെട്ടിരുന്ന ആരെയും നിന്നെ സഹായത്തിന് വിളിക്കാം. നിന്റെ മക്കളെ വിളി, നീ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ വിളി, നീ വിളിച്ചു തേടിയിരുന്ന ഖബറിലുള്ള വ്യക്തികളെ വിളി, നിനക്കുണ്ടെന്ന് അപമാനിച്ചിരുന്ന സന്തോഷിച്ചിരുന്ന അധികാരത്തെ വിളി. ഫൽയദ്ഉ നാദിയ, നിനക്കാരെയും വിളിക്കാം. സനദ്ഉ സബാനിയ, ഞാൻ സബാനിയത്ത് എന്ന മലക്കിനെ മാത്രമേ വിളിക്കൂ. ആ മലക്കാണ് നബിയെ പാറക്കല്ലുമായി നിൽക്കുന്നവൻ. ആ കിടക്കുന്നവൻ ആരാണെന്നറിയണോ റസൂലേ? ഫഇന്നഹു യഖ്റഉൽ ഖുർആൻ, അവൻ ഖുർആൻ ഓതിയവനായിരുന്നു. വയഹ്ഫിദുഹു, അത് മനപ്പാഠമാക്കിയിട്ടുമുണ്ട്. വയതനാവലഹു, അതുകൊണ്ട് കൈകാര്യങ്ങളും ജീവിതത്തെ അവൻ ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിക്കണമെന്ന് പഠിച്ചിട്ടും വയുകദ്ദിബഹു, അവൻ അതിനെ കളവാക്കി കളഞ്ഞു റസൂലേ. ആ ഖുർആൻ അനുസരിച്ചിട്ട് അവന് ജീവിച്ചിട്ടില്ല നബിയെ. അവർക്കുള്ള ശിക്ഷയാണ് അവരുടെ തലയടക്കം പടച്ച തമ്പുരാൻ എറിഞ്ഞൊടച്ചു കളയും. അതേ ചരിത്രം സ്വന്തം ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ചേർത്ത് വെച്ച് നോക്കുക. രക്ഷപ്പെടുമോ നമ്മൾ ഓരോരുത്തരും? മാത്രമല്ല, വയനാമു അലാ സലാത്തിൽ ഖംസ, നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുകയും ചെയ്ത ആളുകൾ, അവർക്കുള്ള ശിക്ഷയാണ് തലയെറിഞ്ഞൊടയ്ക്കുന്ന ശിക്ഷ. ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ 1000 തവണ ഓരോ വാക്കുകളെ കുറിച്ചും കേട്ടവരാ. പലിശ തിന്നല്ലേ, ഹറാമ് തിന്നല്ലേ, തോന്നിവാസം കാണല്ലേ, വൃത്തികേടിന്റെ പിന്നാലെ പോകല്ലേ, വൃത്തികെട്ടത് സംസാരിക്കല്ലേ. പക്ഷേ മാറാൻ നമ്മൾ തയ്യാറല്ല. ആരെപ്പറ്റിയും എന്തും പറയാം. നമ്മളുടെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കും. എന്തിനേറെ അള്ളാന്റെ ഖുർആനിക ആയത്തുകളെ കുറിച്ച് ഒരു വിവരം പോലും ചിലർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ടോ നമ്മൾ? കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ ഇന്നലെ പറഞ്ഞതെന്ത്, ഇന്ന് പറഞ്ഞതെന്ത്? നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളെ ഹൃദയങ്ങളിലുണ്ട്. പുതിയ മോഡൽ സിനിമയേത്, പുതിയ മോഡൽ വസ്ത്രമേത്, പുതിയ മോഡൽ വാഹനമേത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാന്റെ ഖുർആൻ സൂറത്തുൽ അൻകബൂത്ത്, ചിലന്തി എന്ന പേരുള്ളൊരു സൂറത്തുണ്ട്. എന്തിനാ റബ്ബ് ആ ചിലന്തി എന്ന പേര് ആ സൂറത്തിന് കൊടുത്തത്? നമ്മൾ പഠിച്ചിട്ടില്ല. സൂറത്തുൽ നംല് എന്ന പേരുണ്ട്. എന്തിനാ അതിന് അള്ളാഹ് നംല് എന്ന പേര് കൊടുത്ത്? നമ്മൾ ചിന്തിച്ചിട്ടില്ല. സൂറത്തുൽ നഹ്ലുണ്ട്, സൂറത്തുൽ ബഖറയുണ്ട്. എന്തിനേറെ സൂറത്തുൽ ലഹബ്, അബൂലഹബിനെ പറ്റി അള്ളാഹ് ശപിച്ചോണ്ടിറക്കിയ ആയത്ത്, അത് ആയത്ത് മുഴുവനായിട്ടിറങ്ങിയതാണോ അല്ലെങ്കിൽ കുറച്ചു കുറച്ചായിട്ടിറങ്ങിയതാണോ? നമ്മൾ ചിന്തിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ തിരുദൂതന് അള്ളാഹ് വഹി ഇറക്കി കൊടുത്തു, നബിയെ ജനങ്ങളെ തൗഹീദിലേക്ക് വിളിക്കണം. അബൂത്വാലിബിന്റെ തായ്വരയിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി മുൻപിലിരിക്കുന്ന സമുദായത്തോട് റസൂലുള്ള ചോദിച്ചു, എന്റെ ജനങ്ങളെ, ഈ മലയുടെ പിൻഭാഗത്ത് നിങ്ങളെ ആക്രമിക്കാൻ ഒരു ശത്രു സൈന്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? അവര് പറഞ്ഞു, ആമൻതു, ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദേ, നീ അൽ അമീന, എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങൾ കെട്ടിപ്പൊക്കിയ ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ ഖബർ നിങ്ങൾ തട്ടി നിരപ്പാക്കണം. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ബിംബങ്ങളെ ആരാധിക്കാൻ പാടില്ല. ആ ഖബറിന്റെ അരികിൽ ചെന്ന് സുജൂദ് ചെയ്യാൻ പാടില്ല. കേൾക്കേണ്ട താമസം പലർക്കും അമർഷണ്ടായി. ചിലര് കാർക്കിച്ചു തുപ്പി, ചിലര് മുഖം കൊടഞ്ഞു, ചിലർ എഴുന്നേറ്റ് നടന്നു. ദേഷ്യം തീരാത്ത അബൂലഹബ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, നശിച്ചു പോകും മുഹമ്മദേ നീ. അലിഹാദാ ജമാഅത്തന, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടിയത്? അബൂലഹബ് അത് പറയാനൊരു കാരണമുണ്ട്. അന്ന് കഅബാലയത്തിന്റെ പൂജാരിയ അബൂലഹബ്. മക്കയിലുള്ള മുഴുവൻ ജാറങ്ങളുടെയും വരുമാനം അബൂലഹബിനാ കിട്ടുന്നത്. അന്യദേശക്കാരായ കച്ചവടക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് കഅബാലയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ബിംബങ്ങൾക്ക് നേർച്ച കൊടുപ്പിക്കുകയും മരിച്ച ലാത്ത, ഉസ്സ, മനാത്തമാരുടെ ഖബറിന്റെ വരുമാനവും അന്ന് അബൂലഹബിനാ. അതുകൊണ്ട് അബൂലഹബിനറിയാം, മുഹമ്മദ് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നാൽ നിന്റെ കഞ്ഞികുടിയാ മുട്ടുക. അതുകൊണ്ടാ അബൂലഹബ് റസൂലുള്ളാക്ക് നേരെ തിരിഞ്ഞത്. ആ ചീത്ത കേട്ട പ്രവാചകൻ സങ്കടത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഖദീജ ബീവി പിടിച്ച് മടിയിൽ കിടത്തി അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, എന്തിനാ നിങ്ങൾ കരയുന്നത്? റസൂലുള്ളാന്റെ തിരിച്ചുള്ള മറുപടി, ഖദീജ, ആരെന്നെ ചീത്ത പറഞ്ഞാലും ഞാൻ സഹിക്കും ഖദീജ. പക്ഷേ എന്റെ കുടുംബത്തിൽ നിന്നാ ഖദീജ
ആദ്യം ചീത്ത പറഞ്ഞത്. സഹിക്കുന്നില്ല ഖദീജ. റസൂലുള്ള അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അള്ളാന്റെ റസൂലിന്റെ കണ്ണടഞ്ഞു, നെറ്റി വയർത്തു, ശരീരം ചെറുതായിട്ട് വരയ്ക്കാൻ തുടങ്ങി. ജിബ്രീൽ വഹിയുമായിട്ട് വന്നതാ. ആയത്തിറങ്ങി. ഒന്നാമത്തെ ആയത്ത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആയത്ത് കേട്ട അബൂലഹബിന്റെ ചാരന്മാർ ആയത്തുമായി അബൂലഹബിന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അബൂലഹബേ പേടിച്ചോ, നിനക്കെതിരെ മുഹമ്മദിന്റെ അള്ള ആയത്തിറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പേടിച്ചോ, നിന്നെ അള്ള നശിപ്പിക്കുമെന്ന മുഹമ്മദിന്റെ അള്ള പറഞ്ഞിട്ടുള്ളത്. അത് കേട്ട അബൂലഹബ് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ചെന്ന് മുഹമ്മദിനോട് പറഞ്ഞേക്കുക, അവനേക്കാളും പണവും എനിക്കുണ്ട്, കുടുംബക്കാരും എന്റെ കൂടെയാ നിൽക്കുക. ഇത് രണ്ടും ഉപയോഗിച്ച് ഞാൻ അവനെ നാട്ടിൽ നിന്നും ആട്ടിയോടിപ്പിക്കും. ഇത് പറയാൻ വേണ്ടി അബൂലഹബിന്റെ ചാരന്മാർ ഓടി റസൂലുള്ളാന്റെ വീട്ടിന്റെ മുൻപിലെത്തിയിട്ടില്ല. നസലൽ അമീനു മലക്കു ജിബ്രീൽ രണ്ടാമതും വന്നു. ഇവരിത് പറയുന്നതിന്റെ മുൻപേ അള്ളാന്റെ ആയത്തോതി കൊടുത്തു. നബിയെ, അബൂലഹബ് പറയുന്ന അവന്റെ കുടുംബമോ അവന്റെ പണമോ അവൻ ഉപകാരപ്പെടില്ല നബിയെ. സുമ്മ വല്ലാഹി, പിന്നെ 10 കൊല്ലം അബൂലഹബ് ജീവിച്ചു. ഈ 10 കൊല്ലത്തിന്റെ ഇടക്ക് കമാനൊരക്ഷരം റസൂലുള്ളാന്റെ നേരെ അബൂലഹബ് മിണ്ടിയിട്ടില്ല. റസൂലുള്ളാന്റെ നേരെ നിന്നിട്ടില്ല അബൂലഹബ് വീട്ടിന്റെ പുറത്തിറങ്ങാതായി. ഇസ്ലാമിക ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി അബൂലഹബിന് പേടി, മരണം പറ്റുമോ എന്നുള്ള പേടി. യുദ്ധത്തിന് അബൂലഹബ് പോണില്ല, കച്ചവടത്തിന് അബൂലഹബ് പോകുന്നില്ല. ഭർത്താവിന്റെ ആ വെപ്രാളവും സങ്കടവും കണ്ടപ്പോ പിന്നെ റസൂലുള്ളാനെ കുറ്റം പറയുന്നത് അബൂലഹബിന്റെ ഭാര്യ. ഉടനെ മാസങ്ങൾക്ക് ശേഷം ആയത്ത് പെണ്ണിന്റെ നേരെ വന്നു. സയസ്ലാ നാറൻ ദാത്ത ലഹബ് വംറഅതുഹു, അവന്റെ പെണ്ണും നശിക്കട്ടെ. ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, വിറക് ചുമട്ടുകാരിയെ പോലെ പല വീട്ടിലും കയറി ചെന്ന് റസൂലുള്ളാനെ കുറ്റം പറയുന്ന അവന്റെ പെണ്ണും നശിക്കട്ടെ. 10 കൊല്ലം കഴിഞ്ഞ് ആയത്തിറങ്ങിയിട്ട് അബൂലഹബിന്റെ രോമത്തിനൊന്നും പറ്റിയില്ല. ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സഹാബാക്കളെ മുഖത്തൊരു സങ്കടം. റസൂലുള്ള ചോദിച്ചു, എന്താ സഹാബാക്കളെ ഒരു ബേജാറ്? അവര് പറഞ്ഞു, നബിയെ, അബൂലഹബ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് റസൂലെ, അബൂലഹബിന് ഒന്നും പറ്റിയിട്ടില്ല. ആൾക്കാർ കളിയാക്കുന്നു റസൂലെ. അള്ളാന്റെ റസൂല് പുഞ്ചിരിക്ക മാത്രം ചെയ്തു. മദീനയിൽ കാലുകുത്തിയ സഹാബത്തറിഞ്ഞു, മക്കക്കിടക്കുന്ന അബൂലഹബിന് ഒരു സൂക്കേട് ബാധിച്ചിട്ടുണ്ട്. അന്നുവരെ അറബികൾ ആരും കാണാത്തൊരു പ്രത്യേക തരം സൂക്കേട്. രോമത്തിനടിയിൽ കുമിളകൾ ഉണ്ടായി വരിക. നോക്കിയിരിക്കെ ആ കുമിളകൾ വീർത്തുപൊന്തും. അതിൽ 100 കണക്കിന് കുമിളകൾ വേറെയുണ്ടാകും. ഓരോന്നും പൊട്ടിയൊലിക്കും. എന്തെന്നില്ലാത്ത ദുർഗന്ധം. ആളുകൾ മൂക്കുപൊത്താൻ തുടങ്ങി. അബൂലഹബിന്റെ വീടിനെ അവഗണിക്കാൻ തുടങ്ങി. അബൂലഹബ് ചികിത്സ തുടങ്ങി. മക്കളെ തെരുവിൽ കൊണ്ടുപോയി വിറ്റു, ചികിത്സിച്ചു. സുഖാവുന്നില്ല. ഷാമിൽ നിന്നും വിഷവൈദ്യന്മാര് വന്നു, സിറിയയിൽ നിന്നും തൊലിവൈദ്യന്മാര് വന്നു. അബൂലഹബിന് സുഖാവുന്നില്ല. മുഴുവൻ സ്വത്തുക്കളും നശിച്ചു, മക്കള് നശിച്ചു, ഭാര്യ ഇട്ടേച്ചു പോയി. അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ആ മക്കയിൽ ഒരു തെരുവിൽ ഒരു ഈത്തപ്പനയുടെ കുടിലിൽ അബൂലഹബ് ഒറ്റക്ക് വിറങ്ങലിച്ച് കിടക്കാൻ തുടങ്ങി. ഒലിക്കുന്ന രക്തത്തിനനുസരിച്ച് മാംസങ്ങൾ ഉതിർന്നു പോകാൻ തുടങ്ങി. ആ സമയത്ത് വലിയൊരു കച്ചവട സംഘം മക്കയിൽ വരുന്നത്. അവര് ഖുറൈശ് ഗോത്രമായിട്ട് കച്ചവടത്തിൽ ഏർപ്പെട്ടു. എന്നാൽ എഗ്രിമെന്റ് എഴുതിയ അവര് പെട്ടെന്ന് മടങ്ങിപ്പോയി, കച്ചവടം അസാധുവാക്കി. പോകുന്ന യാത്രക്കിടയിൽ ജനത ചോദിച്ചു, എന്താ നിങ്ങൾ കച്ചവടം ഉപേക്ഷിച്ച്? അവര് പറഞ്ഞ മറുപടി, അബൂലഹബിന്റെ ഖുറൈശ് കുടുംബം, അവരേറ്റ് ഞങ്ങളൊരു കച്ചവടത്തിനില്ല. അബൂലഹബിന്റെ കുടുംബക്കാർ ഒരുമിച്ചുകൂടി. എന്തിന്? അബൂലഹബിനെ ഇനിയും വെച്ചോണ്ടെന്നാൽ നഷ്ടമാണെന്ന് അവര് ചിന്തിച്ചു. അങ്ങനെ അവര് 2 പേരെ 2 വെള്ളി നാണയത്തിന് കൂലി നിശ്ചയിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് കൽപ്പന കൊടുത്തു, അബൂലഹബിനെ നശിപ്പിച്ച് കളയണം. ആ 2 തൊഴിലാളികൾ ഈത്തപ്പന ഓല വെട്ടിക്കൊണ്ടുവന്നു. അബൂലഹബിന്റെ അരികിലേക്ക് നീക്കിവെച്ചു. മറുഭാഗത്ത് ചെന്ന് ഈത്തപ്പന കോലുകൊണ്ട് തോണ്ടി അബൂലഹബിനെ ഈത്തപ്പന ഓലയിലിട്ടു. ഈത്തപ്പന നാരുകൊണ്ട് വരിഞ്ഞു കെട്ടി ബനൂ ഖുറൈള ഗോത്രത്തിന്റെ പാറക്കെട്ടുകൾക്കിടയിൽ കൊണ്ടിട്ടേച്ചു പോന്നു. പിന്നെ അബൂലഹബ് എന്തായി പോയി എന്ന് ഇസ്ലാമിക ചരിത്രത്തിലില്ല. പിന്നെ അബൂലഹബ് എവിടെ എന്ന് ഇസ്ലാമിക ലോകത്തില്ല. ആ ഖുർആനിക വചനത്തിന്റെ ചരിത്രം പഠിച്ചോനെ നെഞ്ചത്ത് കൈകെട്ടി തബ്ബത് യദാ എന്ന് പറയുമ്പം നെഞ്ചൊന്നു പടയൂ. ആ ആയത്തുകളുടെ നിർവചനത്തെ പറ്റിയാണ് റബ്ബ് ഖബറിൽ ചോദിക്കുന്നതെങ്കിൽ എന്തു മറുപടിയാ മനുഷ്യരെ നമുക്ക് അള്ളാന്റെ ഖബർ പറയാനുള്ളത്? ദുനിയാവിലെ വിവരോ, ദുനിയാവിൽ സമ്പാദിച്ചതിന്റെ വിവരോ? അങ്ങനെ അള്ളാഹുവിന്റെ തിരുദൂതൻ കുറച്ചും കൂടി മുൻപോട്ട് നടന്നു. ഫഅതൈനാ അലാ റജുലിൻ മുസ്തലിക്കിൻ ലികഫാഹു, കാണുന്നത് വലതുഭാഗം നിലത്തേക്ക്, ഇടതുഭാഗം നിലത്ത് വെച്ച് വലതുഭാഗം ചെരിഞ്ഞു കിടക്കുന്ന ഒരാൾ. ആ
കിടക്കുന്നവന്റെ അരികിൽ മറ്റൊരുത്തൻ നിൽക്കുന്നുണ്ട്. നിൽക്കുന്നവന്റെ കയ്യിൽ 3 ഇരുമ്പിന്റെ പാതാള കൊളുത്തുണ്ട്. അള്ളാന്റെ റസൂലുള്ള പറയുന്നു, ആ കൊളത്തിന്റെ മിന്നല് കണ്ടിട്ടിന്റെ കണ്ണുപോലും അഞ്ചിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. ആ നിൽക്കുന്ന മനുഷ്യൻ അതിൽ ഒരു കൊളത്തെടുത്ത് കിടക്കുന്നവന്റെ കണ്ണിലൂടെ കുത്തിത്താഴ്ത്തി, രണ്ടാമത്തത് വായിലൂടെയും മൂന്നാമത്തത് കഴുത്തിലൂടെയും കുത്തിത്താഴ്ത്തി. മൂന്നിന്റെയും അറ്റങ്ങൾ പിടിച്ച് ഒരു വലി വലിച്ചപ്പോ ഫയുശർശിദു ശിദ്ഖഹു ഇലാ കഫാഹ്, തലയോട്ടിയുടെ പകുതി ഭാഗം നാവിന്റെ വേരടക്കം പെയ്തെടുക്കപ്പെട്ടു. പ്രാണവേദന കൊണ്ട് അയാൾ പെടഞ്ഞു, ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു. ഇടതുഭാഗത്തും കൊളത്തിപ്പിടിച്ച് വലിച്ചു കീറി വലത്തോട്ട് ചെരിഞ്ഞു. ആ വലത്തോട്ട് ചെരിഞ്ഞ സമയത്ത് കൂടിച്ചേർന്നിരിക്കുന്നു ആദ്യം ചീന്തിയെടുത്ത തല. അള്ളാന്റെ റസൂൽ ചോദിച്ചു, സുബ്ഹാനല്ലാ, എന്താ ജിബ്രീലെ ഇയാള് ചെയ്ത കുറ്റെന്താ? റസൂലുള്ളാഹ്ക്ക് മറുപടി കിട്ടി, നബിയേ ഫഇന്നഹു യുഹദ്ദിസു, ഭയങ്കര സംസാരപ്രിയനായിരുന്നു. പക്ഷേ സംസാരിക്കുന്നതിലധികവും യുകദ്ദിബുഹു, കള്ളത്തരങ്ങളായിരുന്നു നബിയെ. ഏഷണിയും പരദൂഷണങ്ങളും കുതന്ത്രങ്ങളും കുത്തുവാക്കുകളും മറ്റൊരുത്തന്റെ പച്ചയിറച്ചിയും തിന്നലായിരുന്നു പ്രധാന പണി. ആള് വാ തുറന്നാൽ പിന്നെ സംസാരിക്കുന്നത് ബാക്കിയുള്ളവന്റെ കുറ്റവും പിന്നാലെ നോക്കി നടന്നിട്ട് ആ കുറ്റങ്ങനെ 4 ആളോട് പറഞ്ഞ് അവനെ അപമാനിക്കലായിരുന്നു നബിയെ ഇവന്റെ പണി. ഇവർക്കുള്ള ശിക്ഷയാ ആ 2 താടിയെല്ലുകൾക്കിടയിലില്ല എല്ലില്ലാത്ത ആ വസ്തുണ്ടല്ലോ നബിയെ, നാവ്, അതിന്റെ അറ്റം റബ്ബ് പിഴുതെടുത്ത് കളയും ആ നാവിനെ സൂക്ഷിക്കാത്തവൻ. അതുകൊണ്ട് ആ മരിക്കുന്ന കിടക്കയിലെത്തുന്നതിന്റെ സെക്കൻഡിന്റെ മുൻപും അള്ളാന്റെ റസൂല് നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്, അവ്വൽ വക്തിന് നിങ്ങൾ നമസ്കരിച്ച നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ 30 ദിവസത്തിന് പകരം 300 കൊല്ലം പട്ടിണി കിടന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം എന്ന് റസൂലുള്ള ജാമ്യം നിന്നിട്ടില്ല. പക്ഷെ അള്ളാന്റെ റസൂൽ ഒരു കാര്യത്തിനെ ജാമ്യം നിന്നിട്ടുള്ളൂ, നിങ്ങളുടെ താടിയെല്ലുകൾക്കിടയിലുള്ള ഈ നാവിനെ നിങ്ങൾ സൂക്ഷിക്കും എന്ന് നിങ്ങൾ എന്നോട് ഉറപ്പ് പറഞ്ഞാൽ, നിങ്ങൾ സൂക്ഷിച്ചാൽ അള്ളാന്റെ മഹിശറയിൽ അള്ളാഹുവിന്റെ സ്വർഗം ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരുമെന്ന് ഞാൻ ജാമ്യം നിൽക്കും സഹാബത്തെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചരിത്രം. നമ്മളെ നോമ്പിന്റെ കൂലിയും അല്ലാത്ത കൂലിയൊക്കെ പോകുന്നത് ഈ നാവുകൊണ്ടാ. ചില ആൾക്കാരെ വിജയം ആ ആളുകളെ പറ്റി എന്തും പറയാം, നാവിനെ കൊണ്ട് എന്തും സംസാരിക്കാം എന്നുള്ള തോന്നല. അവർക്കുള്ള ഖബറിലെ ശിക്ഷയാ ഇത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് നീട്ടിവലിച്ച് വിശദീകരിക്കുന്നില്ല. കുറച്ചും കൂടി റസൂലുള്ള മുൻപോട്ട് നടന്നു. അപ്പൊ കാണുന്നത് ഒരു രക്തത്തിന്റെ പുഴ. ആ പുഴയിൽ എല്ലും തോലുമായ ഒരു മനുഷ്യൻ റസൂലുള്ളാന്റെ സദസ്സിലേക്ക് അരികിലേക്ക് നീന്തി കയറി വരികയാ. ആ മനുഷ്യനാവട്ടെ എല്ലും തോലുമായി പട്ടിണിക്കാരനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു മെലിഞ്ഞൊട്ടിയവനാ. റസൂലുള്ളാന്റെ കരയിൽ വന്ന് ഒരിറ്റു വെള്ളത്തിന് വേണ്ടി വാത്തുറന്ന് റസൂലുള്ളാന്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, അൽമാ, അല്പം വെള്ളം വേണം. ഉടനെ റസൂലുള്ളാന്റെ കൂടെയുള്ള മലക്കിൽ ഒരാൾ അവിടെ കൂട്ടിയിട്ടിരുന്ന കരിങ്കല്ലിന്റെ കഷണമെടുക്കും. അള്ളാന്റെ റസൂല് കരഞ്ഞുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, ആ കല്ല് ഒരാളുടെ വായിൽ 2 വാക്ക് കൊള്ളുന്നത്ര വലുപ്പുണ്ട് ആ കല്ല്. ആ കല്ലാണ് മലക്ക് വെള്ളം ചോദിച്ചവന്റെ വായിലേക്ക് വലിച്ചെറിയും. വായിലൂടെ ശക്തി കൊണ്ട് തെറിച്ചു പോകുന്ന കല്ല് പിൻദ്വാരത്തിലൂടെ നിലത്ത് വീഴും. പ്രാണവേദന കൊണ്ട് അയാൾ പെടയും, രക്തത്തിന്റെ പുഴയിലേക്ക് തിരിച്ചു ചാടും. രക്തം കുടിക്കും, വയറ് ചീർക്കും, മറുകരയിലേക്ക് ചെല്ലും, അവിടുന്നും ഏറുകിട്ടും, തിരിച്ച് രക്തത്തിന്റെ പുഴയിൽ ചാടും. രക്തം കുടിച്ച് ചേർത്ത് രക്തത്തിന്റെ പുഴയുടെ അടിയിലേക്ക് താന്നുപോകും. വീണ്ടും അവന് മെലിഞ്ഞൊട്ടിയവനായി മുകളിലേക്ക് വരും, കരയിൽ വരും, ഏറുകിട്ടും, ആ രക്തത്തിൽ കടന്നു പെടയും. അത്ഭുതത്തോടെ റസൂല് ചോദിച്ചു, നബിയെ, ആരാണവൻ? അള്ളാന്റെ റസൂലിന് മറുപടി കിട്ടി, പ്രവാചകരെ, ഫഇന്നഹു ആക്കിലുൽ ഹറാം വാക്കിലുർ റിബ. നബിയെ, ഹറാമ് തിന്നുന്നവൻ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ എന്ന് വേർതിരിച്ച് കഴിക്കാത്തവൻ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് കഴിച്ചല്ലോ എല്ലാവരും ഭക്ഷണം, അത്തായം കഴിച്ചല്ലോ. കഴിച്ച അത്തായത്തിന്റെ ഒരു പിടി ചോറ് ഹറാമ് വേണമെന്നല്ല റബ്ബ് പഠിപ്പിച്ചത്. ഒരു വറ്റ് ഹറാമായി പോയാൽ നിങ്ങൾക്ക് അള്ളാന്റെ കോടതിയിൽ കഠിനമായ പാപങ്ങൾ ഏറ്റെടുക്കുന്നവനായി അള്ള നിങ്ങളെ കാണിച്ചു തരും. ഒരു വറ്റ് ഹറാമായി പോയാൽ 40 ദിവസത്തെ അമലുകൾ അള്ള സ്വീകരിക്കൂലാന്ന. അഥവാ കഴിഞ്ഞ മാസം മെയ് 26-ാം തീയതി കഴിച്ച രാത്രിയത്തെ ചോറില് ഒരു വറ്റ് ഹറാമുണ്ടെങ്കിൽ റമളാൻ എന്ന 30-ഉം ശേഷമുള്ള 6-ന്റെ പിന്നെ കൂടെയുള്ള 4 ദിവസവും 40 ദിവസം ചെയ്യുന്ന ഒരമലും അള്ള സ്വീകരിക്കുകയില്ല.
ആ 40 ദിവസത്തിന്റെ അടക്കം അവൻ മരിച്ചു പോയാൽ പോലും ആകാശത്തിന്റെ 1ാമത്തെ കവാടം പടച്ചോൻ ആ ഹറാമത്ത് നിന്നവർക്ക് വേണ്ടി തുറന്നു കൊടുക്കൂലാന്ന ആരാ മനുഷ്യരെ വേർതിരിക്കാറുള്ളത്? നിന്റെ പോക്കറ്റ് കിടക്കുന്ന പണം ഹറാമാണോ ഹലാലാണോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദീപസ്തംഭം മഹാചര്യം, എനിക്കും കിട്ടണം പണം. കമന്ന് കിടന്ന് കാലണ നക്കിയെടുക്കുമ്പോ വേറൊരുത്തന്റെ രക്തം അതിൽ പതിഞ്ഞിട്ടുണ്ടോ? മനസ്സിന്റെ കണ്ണുനീരുണ്ടോ? നമ്മൾ ചിന്തിക്കാറില്ല. മുൻകാലഘട്ടത്തിൽ പെണ്ണിന്റെ പേര് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിത്തുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. പെണ്ണിന്റെ മുതലുകൊണ്ട് വലുതായവര്. ആ മുതലിൽ എത്ര തയ്ച്ചു വളർന്നാലും അതിൽ ബർക്കത്തില്ലെന്ന് ലോകത്തിന്റെ റസൂലുള്ളാന്റെ സഹാബത്ത് പഠിപ്പിച്ചു. ഇന്നും കൊള്ള ലാഭമെടുക്കുന്നവർ, പിടിച്ചു പറിക്കുന്നവർ, അല്ലെങ്കിൽ അത്തരത്തിൽ സ്വന്തം നേട്ടം മാത്രം ആഗ്രഹിക്കുന്നവർ, നാവിനൽപ്പം നീട്ടവും ജനങ്ങളെ കള്ളത്തരം പറഞ്ഞു കുപ്പിയിലാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ ഓനിന്ന് റിയൽ എസ്റ്റേറ്റുകാരനാ. സ്വന്തം വാപ്പാനോട് മരിക്കുമ്പം കിട്ടിയ 10 സെന്റ് അതേ വാപ്പാന്റെ ഒരേ ഉമ്മാന്റെ ഗർഭത്തിലുള്ള ഇതര മക്കൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി സങ്കടപ്പെടുമ്പോ വില നിശ്ചയിക്കും, 4 0 കൂടുതലിടും. എന്താ പോനാ പറമ്പിന് ചെയ്ത്? ഒരു കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. കിട്ടിയ ലക്ഷങ്ങൾ വരുമാനമായി കിട്ടുമ്പോ, അല്ലെങ്കിൽ വിറ്റ മുതലിനെ കൊണ്ട് കോടികൾ ലാഭം കിട്ടുമ്പോ, ആ കോടികളെ കൊണ്ട് സ്വന്തം പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഒരു ഹജ്ജ് ഉംറയും ചെയ്താൽ ആ പാപം റബ്ബങ്ങ് കബൂലാക്കി കളയും എന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. കാലണ ഹറാമ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് റബ്ബിനോട് പറയാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ഒരാൾക്കും പടച്ച തമ്പുരാൻ അവകാശം നൽകില്ല. അങ്ങനെ ഹറാമ് തിന്നു കൊഴുത്തവനാ നബിയെ അവൻ കിടക്കുന്ന രക്തം ആരുടേതെന്നറിയാമോ? അവൻ സമ്പാദിച്ച ദുനിയാവിലെ, അവൻ വേദനിപ്പിച്ച, അവൻ കൊള്ളലാഭമെടുത്ത ആരുടെയൊക്കെ രക്തവും മാംസവുമാണോ അവൻ പിടിച്ചു പറിച്ചത്? അവരെ രക്തത്തിൽ കിടന്ന അവൻ അങ്ങനെ കുടിച്ച് ചന്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ആ മനുഷ്യരെ ജീവിതത്തിന് ശേഷം ഖബറിൽ അല്ലാഹ് കാത്തുവെച്ചതെങ്കിൽ പിന്നെ മരണം കൊണ്ടും ഈ ദുനിയാവിലെ ജീവിതം കൊണ്ടും എന്ത് നേട്ടാ എനിക്കും കൊണ്ടുപോകാനുണ്ടാവുക? എന്നാൽ സഹാബത്ത് ചോദിച്ചു, നബിയെ, ആ ഖബറിലേക്ക് കിട്ടുന്ന ശിക്ഷ അല്ലാഹ് കുറച്ചു തരുമോ നബിയെ? നബി പറഞ്ഞു, കുറച്ചു തരും. അതിനെന്താ നബിയെ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിക്കുന്നതിന്റെ മുൻപ് 3 കാര്യങ്ങൾ കണ്ടുവെച്ച് പോയാൽ മതി. ആ 3 നമുക്ക് വേണ്ടിയുള്ളൂ. ആൾക്കാർ പറയും, ഷാദുലിപ്പള്ളിയിൽ കൊണ്ടുവന്ന മയ്യത്ത് സ്കരിക്കാൻ എന്റെ സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ഒരു മനുഷ്യന്മാര് പള്ളിയിൽ വേറെ കണ്ടിട്ടില്ല എന്ന്. നിസ്കരിക്കുന്ന ആളുകളുടെ വലുപ്പവും ചെറുപ്പവും കൂട്ടവും നമ്മളെ ഖബറിന്റെ നന്മ തീരുമാനിക്കൂല. മറിച്ച് നമ്മൾക്ക് വേണ്ടത് ആ ഖബറിലേക്ക് 3 കാര്യങ്ങൾ മാത്ര. ആയുസ് തീരുന്നതിന്റെ മുൻപ് അതിലൊന്നെങ്കിലും കിട്ടിയെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടി കണ്ണടയ്ക്കാൻ പറ്റും. അതിൽ ഒന്ന് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നെഞ്ചുരുകി ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന റബ്ബ് കേൾക്കും. ആ പ്രാർത്ഥന കൊണ്ട് പടച്ചു തമ്പുരാൻ ആ ഉമ്മാക്കും വാപ്പാക്കും ഖബറിലേൽപ്പിച്ച ശിക്ഷ അള്ളങ്ങനെ കുറച്ചു കൊടുക്കും. അങ്ങനെ അല്ലാഹു തആല അവർ കിളവുകൾ നൽകും. എങ്ങനത്തെ മക്കൾ പ്രാർത്ഥിക്കണം? വാപ്പാര് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, എല്ലാ മക്കൾ പ്രാർത്ഥിച്ചാലും കിട്ടും. ഇല്ലട്ടോ. വവലദുൻ സ്വാലിഹുൻ, സ്വാലിഹീങ്ങളായ മക്കളാവണം, ദീനറിയുന്ന മക്കളാവണം, നിസ്കാരത്തിന്റെ വലുപ്പറിയുന്ന മക്കളാവണം, അള്ളാന്റെ മതത്തിന്റെ ശ്രേഷ്ഠത അറിയുന്ന മക്കളാവണം, നെഞ്ചത്ത് വാപ്പാനെ ഓർക്കുമ്പോ പെടയുന്ന മക്കളാവണം. നീ ദീനനുസരിച്ച് ജീവിക്കുമ്പോ നിന്റെ ഉമ്മയും വാപ്പയും എന്നെ നിർബന്ധിച്ചതുകൊണ്ട് കിട്ടിയതാ എനിക്ക് ഈ ദീനെന്ന സന്തോഷം എന്ന് ചിന്തിക്കുന്ന മക്കളാവണം. പക്ഷെ ഇന്ന് ചില വാപ്പാരത് ആഗ്രഹിക്കുന്നില്ല, അവര് സ്വപ്നം കാണുന്നില്ല. അതുകൊണ്ട് ആ മനുഷ്യരെ കേരളത്തിലെ ആയിരക്കണക്കിനുള്ള മദ്രസകൾ 600 എണ്ണമായിട്ട് ചുരുങ്ങി. 7 മണിക്ക് വരുന്ന സ്കൂൾ ബസ്സിന് വേണ്ടി 1 മണിക്ക് മക്കളെ മദ്രസയെന്ന് വിടണം. 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയെന്ന്. എന്നിട്ടതിന്റെ പരിണിത ഫലമോ മരിച്ചു കിടക്കുമ്പോൾ വാപ്പാക്ക് വേണ്ടി ഒന്ന് പൊട്ടിക്കരയാൻ പോലും അറിയാത്ത വെറും ചാപ്പിള്ളകളായ മക്കളെയാ ഇന്ന് ദുനിയാവിൽ രക്ഷിതാക്കൾക്കല്ല പകരമായി കൊടുക്കുന്നത്. വല്ലാഹി, ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് സ്കരിക്കാൻ രാവിലെ സ്റ്റേറ്റ്സ് എന്ന് വന്നതാ മകൻ. ഇസ്തിരിയിട്ട് ഇൻസൈഡ് ചെയ്ത് ഇമാമത്ത് നിർത്തിയ മകൻ 4 തക്ബീർ കെട്ടി. ഞങ്ങളൊക്കെ സലാം വീട്ടാൻ കാത്തിക്കുക. ഓൻ 5ാമത്തവും കെട്ടി. ആൾക്കാര് ബുദ്ധിമുട്ടി. സുബ്ഹാനല്ലാഹ് പറഞ്ഞു. ഓനെന്ത് സുബ്ഹാനല്ലാഹ്? അവസാനം 6ാമത്തെ തക്ബീറിലേക്ക് ഇവൻ പോവോ എന്ന പേടി കാരണം വലതുഭാഗത്തെ മൂലയിലിരിക്കുന്ന ഒരു പ്രായമുള്ള വാപ്പ ഉറക്കെ അങ്ങ് സലാം വീട്ടി. എല്ലാവരും സലാം വീട്ടി എഴുന്നേറ്റ് പോകുമ്പോ കൈ ചൂണ്ടി ചോദിക്കുന്നുണ്ട്, എവിടുന്ന് വന്നതാ ഇവൻ? എന്ത് നേട്ടാ ഇവനെ കൊണ്ട് ആ വാപ്പാക്കുള്ളത് എന്ന് വെറുപ്പോടെ ചോദിച്ചു പോകുമ്പോ ആ ചെറുപ്പക്കാരൻ ബേക്കോട്ടിരിഞ്ഞെന്ന് ചോദിക്കുക, 7 തക്ബീർ അല്ലായിരുന്നോ? ഓന്റെ ജാരത് പെരുന്നാളുസ്കാരാന്നാ. അത്രക്ക് വിവരല്ലാത്ത മക്കള്. ഈ ചിരിച്ച രക്ഷിതാക്കളും ഉമ്മാരും വാപ്പാരും ഈ ക്ലാസ് കഴിഞ്ഞൊന്ന് വീട്ടിലേക്ക് ചെല്ല്. 10ാം ക്ലാസ്സുകാരനും 12ാം ക്ലാസ്സുകാരനും
ഇനി മക്കളായ മക്കളുണ്ടെങ്കിലും ഒന്നടുത്തേക്ക് വിളിക്ക്. എന്നിട്ട് ചോദിക്കും, മോനെ വാപ്പ ആയുസ് ഇപ്പം അങ്ങോട്ട് തീർന്നു പോയാൽ വാപ്പാന്റെ മയ്യത്തിന്റെ പൊന്നാൺകുട്ടികൾ കുളിപ്പിക്കണം, വേറൊരാളെ കാണിച്ചു കൊടുക്കരുത് മക്കളെ. വാപ്പാന്റെ മുഖ്യസ്ഥാനം ഔറത്ത് മുട്ടുപൊക്കളിനിടയില് വാപ്പാന്റെ നിങ്ങളുടെ അമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് വേറൊരാളെ കാണിക്കണ്ട. എന്റെ പൊന്നു മക്കൾ എന്നെ അങ്ങ് മയ്യത്ത് കുളിപ്പിച്ചേക്കണം. ഇല്ലേ, മക്കളെ കൈകളാൽ കുളിപ്പിക്കപ്പെട്ട് ഒരു പുതുമണവാളനായി അള്ളാനെ കണ്ടുമുട്ടണം മക്കളെ. അതുകൊണ്ട് മോനെ, മരിച്ചുപോയ വാപ്പാന്റെ കനം തൂങ്ങിയ ഇറച്ചിയായ കൈയെടുത്ത് എന്റെ പൊന്നുമോൻ ആദ്യം ഒന്ന് ഒതുവെടുപ്പിക്കണം. ഒതുവെടുപ്പിക്കുന്നത് എങ്ങനെയാ എന്റെ പൊന്നുമോൻ? അങ്ങനെ വാപ്പാൻ ഒതുവെടുത്തു കഴിഞ്ഞാൽ വാപ്പാനെ ഒന്ന് ചെരിച്ച് മോന്റെ തോളത്തേക്കൊന്ന് കടത്തണം. വാപ്പാന്റെ ഷോൾഡറിൽ തൂങ്ങിക്കടന്ന് വളർന്ന മോനാ നീ. ആ വാപ്പാനെ നീ തോളത്തേക്കൊന്ന് ചെരിച്ച് കടത്തി ഇടത്തെ കയ്യിൽ ശീല ചുറ്റി വാപ്പാന്റെ വയറ്റത്തമർത്തി അമർത്തി തടവണം. പൊന്നുമോനെ, അമർത്തുമ്പോ ഹറപ്പ് മനസ്സ് തോന്നരുത് മോനെ. അങ്ങനെ അമർത്തുമ്പോ വാപ്പാന്റെ വയറിന്റെ മസില് ഒടിഞ്ഞു പോയതായി നീ കണ്ടിട്ടുണ്ടെങ്കിൽ നീ അറിയണം മോനെ, നിന്റെ മസിലിന്റെ വലുപ്പം ഒടിഞ്ഞുപോയ വാപ്പാന്റെ മസിലായിരുന്നെന്ന്. നീ ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ചമരുമ്പോ, നീ തേക്കുമ്പോ നീ ചിന്തിക്കണം മോനെ, വാപ്പ ഒരുപാട് നിന്നെ കുളിപ്പിച്ചിട്ടുണ്ട് എന്ന്. നീ വാപ്പാന്റെ ശരീരം കാണുമ്പോൾ ചിന്തിക്കണം മോനെ, ഈ ചുളിഞ്ഞുപോയ കുയിൽ വീണു പോയ എല്ലുകളുടെ ഈ സങ്കടം വാപ്പ തീർത്തത് മക്കൾക്ക് വേണ്ടിയാണെന്ന്. അങ്ങനെ വാപ്പാനെ വലതൊഴിച്ചടതൊഴിച്ച് കർപ്പൂരത്തിന്റെ വെള്ളമൊഴിച്ച് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഉമ്മറത്തേക്ക് വെക്കുമ്പം പൊന്നുമോനെ, ഒരു പുതുമണവാളനെ പോലെ മക്കളെ കൈകളെ കൊണ്ട് അള്ളാനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോ, എന്റെ വാപ്പാ എനിക്ക് കേട്ടിട്ട് എന്നെ പേടിയാണ്, അനി അമ്മ കിളാപ്പനെയോ മൂത്താപ്പനെയോ വിളിക്കാന്ന് പറയുന്ന മക്കളാണെങ്കിൽ ഇതിലും വെറുക്കപ്പെട്ട മരണുണ്ടോ വാപ്പാരെ ദുനിയാവില്? അവസാനം മക്കളുടെ തോളിൽ കയറി പള്ളി കൊണ്ടുവെക്കും. 1ാമത്തെ സഫിൽ നിന്നിട്ട് വാപ്പാന്റെ തലഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഒരു മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ട് ചില മക്കളൊരു നിലവിളി വിങ്ങി പൊട്ടിയിട്ടാ പറയാ, എന്റെ വാപ്പ വാക്കാലോ പ്രവർത്തിയാലോ എല്ലാം ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടേ പൊരുത്തപ്പെട്ടു കൊടുക്കണേന്ന്. ആരാ അങ്ങനെ ചോദിക്കാൻ തെളിവ് കൽപ്പിച്ച്? ജീവിച്ചിരിക്കുന്ന മരിച്ചോയ വാപ്പാക്ക് വേണ്ടി മക്കളെ കൊണ്ട് ചോദിക്കാൻ ആരാ തെളിവ് പഠിപ്പിച്ച്? അത് മക്കള് ചോദിക്കേണ്ടിയല്ല, അത് ചോദിച്ചിട്ട് മരിച്ചാ മതി എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച്. അത് നമ്മൾ ചോദിച്ചിട്ട് മരിച്ചാ മതി, അല്ലാണ്ട് വീറും വാശിയും ഈഗോയും പകയും പൊരുത്തക്കേടും വെച്ചിട്ട് മരിക്കാൻ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല, അള്ളാന്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാ മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ വന്നിരുന്ന് തളർന്ന ലോകത്തിന്റെ റസൂലുള്ള പെരടി കാണിച്ച് സഹാബാക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ വാക്കുകൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ടോ ആർക്കെങ്കിലും എന്നോട് പൊരുത്തക്കേടുണ്ടായി പോയിട്ടുണ്ടേ വന്ന് പെരടിക്ക് തച്ച് തീർക്കണേ സഹാബത്തെ. കരയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, നബിയെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ റസൂലെ? നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ നബിയെ ഞങ്ങളോട്? പുഞ്ചിരിയോടെ റസൂല് പറഞ്ഞു, ഉമറേ, മഹ്ശറയിൽ പടച്ചോൻ എന്നെ നോക്കണേ, പൊരുത്തം കിട്ടിയിട്ടേ ഞാൻ ദുനിയാവെന്ന് മരിച്ചോ ആവൂ. അതാ ഇസ്ലാമിന്റെ മാതൃക. ഇതറിഞ്ഞൂടാത്തോലല്ല കൂട്ടരാരും. പ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയോക്കട്ടെ, എല്ലാ വീട്ടിലും കയറും, കൈ പിടിച്ചിട്ട് ഇറങ്ങുമ്പോൾ പറയും, എന്റെ പൊരുത്തപ്പെട്ട് ഇറങ്ങട്ടോ, ഹജ്ജ് ഇപ്പൊ മഖബൂലും മബ്റൂറൊക്കെ ആണല്ലോ. അത് ഹജ്ജ് മാത്രമായാ പോരാ, 4.25 ലക്ഷം മുടക്കുന്ന ഹജ്ജ് മാത്രം റബ്ബ് സ്വീകരിച്ചാ പോരാ, ഈ ജമാഅത്ത് അല്ലാഹ് സ്വീകരിക്കണേ, പൊരുത്തം വേണം. ഈ പട്ടിണി കിടക്കുന്ന നോമ്പല്ല സ്വീകരിക്കണേ, പൊരുത്തം വേണം. ഇത് ജീവിച്ചു തീരുന്നവരെ ചോദിക്കൂല, അതുവരെ പറഞ്ഞടക്കും. ഞാളത്ര ലോക്യത്തിലല്ല, ഞാള് 2 കൊല്ലായിട്ട് അലോക്യത്തില, ഞാൻ അങ്ങോട്ടും പോകാറില്ല, ഓലാരും ഇങ്ങോട്ടും വരാറില്ല, ഞാൻ അവിടെ തുറക്കാൻ ചെല്ലലില്ല, ഞാനിട്ടോലെ വിളിക്കലും ഇല്ല എന്ന് മുഖത്തോട് മുഖം നോക്കാതെ, സലാം പറയാതെ, പറഞ്ഞ സലാം മടക്കാതെ, ക്ഷണിക്കാതെ, ഒരേ വാപ്പാന്റെ മക്കളും ഒരേ വേലിക്കപ്പുറത്തുള്ളവരും മുഷിഞ്ഞു ജീവിക്കുക. എന്നിട്ട് അവരാ റബ്ബിന്റെ മുമ്പിൽ തലകുമ്പിടുന്നത്, നിസ്കാരത്തായും പോയിട്ട് അള്ളാനെ കാണാൻ പോകുന്നത്. എവിടെയാ മനുഷ്യരെ പടച്ചോൻ സ്വീകരിക്കുക? അവർക്ക് അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുക, അത്രമാത്രം മക്കൾ ചെയ്യേണ്ടതെന്താ? വാപ്പാന്റെ നെഞ്ചത്ത് കൈയെട്ടി കരയുമ്പോ വാപ്പാക്ക് വേണ്ടി 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഹ് മദ്ഖലഹു. ആയുസ് മുഴുവൻ റബ്ബേ, ഈ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ ആണ് മക്കളെ. ഇപ്പൊ ഞാനൊരു വാപ്പയാ, ഞാൻ നേരം വെളുത്തിറങ്ങുമ്പോ എനിക്കൊരു പൂതിയുള്ളൂ, പടച്ചോനെ എന്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു വകുപ്പ് എനിക്ക് തരണേ റബ്ബേന്ന്. അതുകൊണ്ട് തന്നെയാ ഈ പാവപ്പെട്ട വാപ്പാര് മുഴുവനും നേരം വെളുത്തിട്ട് പുറത്തിറങ്ങുന്നത്, മരണം വരെ ജീവിക്കുന്നതും. ആ ജീവിതത്തിനൊരു ഉപകാരം ഉണ്ടാവണേ മക്കളെ. നെഞ്ചത്ത് കൈകെട്ടിയിട്ട് വാപ്പാക്ക് വേണ്ടി ആ പ്രാർത്ഥനകളൊന്ന് ചൊല്ലിത്തരണം എന്ന് പറയുമ്പോ, അക്ഷരത്തെറ്റില്ലാതെ അത് ചൊല്ലിത്തരാൻ അറിയാത്ത മക്കളാണെങ്കിൽ ഇതിലും വൃത്തികെട്ട മരണുണ്ടോ വാപ്പാരെ ദുനിയാവില്? മക്കൾ എത്ര ഡിഗ്രി നേടിയിട്ടും 10A+ കിട്ടി, വാപ്പാന്റെ പേരടക്കം ഫ്ലെക്സിൽ വന്നിട്ടും എന്ത് നേട്ടാ വാപ്പാരെ മണ്ണിലേക്ക് കൊണ്ടുപോകാനുള്ളത്? ഇതാ 1ാമത്തെ കബറിലേക്ക് കിട്ടുക, വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നെഞ്ചുരുകി കരയുന്ന മക്കളെ പ്രാർത്ഥന. 2ാമത്തത് ഔ സദഖത്തുൻ ജാരിയ, ഒഴുകുന്ന ദാനധർമ്മം. അഥവാ നമ്മളെ പണം കൊണ്ട് നമ്മൾ കണ്ടുവെച്ചത് കബറിലേക്ക്.
ഈ പള്ളീന്റെ ഒരു കല്ലിന്റെ പൈസ ഉണ്ടായാൽ മതിയായിരുന്നു, നമ്മളെ ഖബറൊക്കെ എന്നോ വിശാലായി പോകും. എത്ര ജമാഅത്ത്, എത്ര തറാവീഹ്, എത്ര ജുമുഅ. ഒരാൾ മൂത്രമൊഴിക്കാൻ ഈ പള്ളി കയറിയ പോലും നമ്മളെ ഖബറിലേക്ക് കൂലിയ. പക്ഷേ ഇന്ന് തമാശക്ക് വേണ്ടി പറയാറുണ്ട്, കേരളത്തിലെ ഭൂരിപക്ഷ പള്ളീന്റെ കൂലിയും അറബികൾ കൊണ്ടുപോയതാ. കാരണം നാട്ടിൽ എന്തുണ്ടാക്കണമെങ്കിലും നമ്മൾ വിസ എടുത്തിട്ട് ഗൾഫിക്കാ വിടുക. നാട്ടിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് തീരുമാനിച്ചാൽ പോലും 10 ലിസ്റ്റ് ഇടും നമ്മൾ, 10 പൈസക്കാരെ. അവര് വിചാരിച്ച കാര്യം നടക്കും, ഓലെ കണ്ട നമുക്ക് കാര്യം കിട്ടുന്ന. അപ്പൊ ഞമ്മക്കാർക്കും അള്ളാന്റെ ഖബറൊന്നും വിശാലാവണ്ടേ? മരിച്ചാൽ അവനാൻ അള്ളക്ക് തന്ന മുതലുകൊണ്ട് നമ്മളെ ഖബറൊന്നും നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അങ്ങനെ എന്റെ പണം കൊണ്ട് എനിക്ക് എന്തുണ്ട് റബ്ബേ എന്റെ ഖബറിലേക്ക് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. കേരളത്തിൽ ഒരു വഖഫ് മന്ത്രി ഉണ്ട്, ഒരു വഖഫ് വിഭാഗത്തിന്റെ കോടിക്കണക്കിന് സ്വത്തുണ്ട്. ഇതൊന്നൊരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് താഴേക്ക് വീണല്ല, പരലോകമാലോചിച്ച മുൻഗാമികൾ അള്ളാന്റെ മാർഗത്ത് കൊടുത്തതാ. നമുക്ക് കിട്ടിയത് നമ്മൾ വാരിപ്പിടിക്കുക, എന്നിട്ട് ദുനിയാവ് വലുതാക്കുക. ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കിയ മാനേറിസങ്ങളാ നമ്മളെ പവറ്, പളവളാ മിന്നുന്ന വാഹനങ്ങളാ നമ്മളെ പവറ്. അതല്ലെങ്കിൽ ആഴ്ചക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് വസ്ത്രമാ നമ്മളെ പവറ്, മോഡല് മാറ്റുന്ന മൊബൈലാ നമ്മളെ പവറ്. ഇതൊക്കെ നമ്മളെ ദുനിയാവിലെ സൗകര്യത്തിനാ. പടച്ചോൻ തന്ന മുതലുകൊണ്ട് ഒരു കാലണ മനുഷ്യര് അവനാന്റെ ഖബറിന് വേണ്ടി കണ്ടുവച്ചോ? മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്ത് തിരിച്ചു പോകുന്ന വാപ്പാരെ, ആ മക്കളും ആ മണ്ണ് ദുനിയാവിലിട്ടേച്ചേ പോവും. എനിക്കിപ്പോ കിട്ടിയ എന്റെ വാപ്പാന്റെ മുതലാ, ഞാൻ മരിച്ചാത് എന്റെ മക്കൾക്ക് കിട്ടും. അവര് മരിച്ചാത് ഈ മണ്ണിൽ അഥവാ ഖിയാമത്ത് നാൾ വരെ മണ്ണ് മണ്ണായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവും. അതിൽ നിന്ന് പടച്ചോന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്തു നേടുന്നത്, കൊടുക്കാൻ എവിടെയാ നമ്മൾ തയ്യാറായത്? എവിടെയാ നമ്മളെ പേരിൽ എന്തെങ്കിലും നമ്മളെ ഖബറിലേക്ക് കിട്ടാനുള്ളത്? എന്നാ സഹാബാക്കളോ ഇല്ലെങ്കിൽ പോലും പട്ടിണി കിടന്ന് അവർ അള്ളാഹ്ക്ക് കൊടുത്തു. എന്നാ മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് ചോദിച്ചു, നബിയെ ഞാൻ എന്ത് കൊടുക്കണം? അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടണ്ട അബൂ തൽഹ, നബി എന്റെ തോട്ട, എന്നാ അത് അള്ളാഹ്ക്ക് കൊടു. എന്നാ നബിയെ ഞാൻ എന്റെ തോട്ട ഇസ്ലാമിന് തന്നു, അതും കോടികളുടെ സ്വത്ത്. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന തിരുദൂതൻ സഹാബാക്കളോട് ചോദിച്ചു, സഹാബാക്കളെ ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ? വലതുഭാഗത്ത് തലതായിട്ടിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഇടതുഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്. എന്നും എന്തെങ്കിലും പറഞ്ഞിട്ടേ അവര് പോകൂ. പക്ഷെ അന്ന് റസൂലിന്റെ വാക്ക് കേട്ട ഉടനെ രണ്ടാളും 2 വൈക്കെണീറ്റ് അങ്ങ് നടന്നു. റസൂലുള്ള പോലും അത്ഭുതപ്പെട്ടു, ഇതെന്താ ഒന്നും മിണ്ടാതെ പോണ്? ഉമർ ഇബ്നുൽ ഖത്താബ് പിന്നീട് രേഖപ്പെടുത്തിന റസൂൽ എന്ത് ചോദിച്ചാലും കൂടുതലും അബൂബക്കറാ കൊടുക്കുക. ഇന്ന് ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ പറയാതെ പോയതാ. വീട്ടിൽ ചെന്ന് അബൂബക്കർ സിദ്ദീഖ് പകുതി, ഉമർ ഇബ്നുൽ ഖത്താബ് പകുതി സ്വത്തെടുത്ത് റസൂലുള്ളാഹിന്റെ അരികിൽ വരും. വന്നു നോക്കുമ്പോൾ നേരത്തെ ഇരുന്ന അതേ സ്ഥാനത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലകുമ്പിട്ടിരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് കേൾക്കെ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ആ സ്വത്ത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറയും, നബിയെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമറിന്റെ പകുതി സ്വത്ത് ഇസ്ലാമിന് ദാനമായി തന്നിരിക്കുന്നു. അത് വാങ്ങുന്ന റസൂലുള്ള അറിയാണ്ട് അങ്ങ് കരഞ്ഞുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, നബിയെ എന്തിനാ നിങ്ങൾ കരയുന്നത്? ഉമറിന്റെ ദാനധർമ്മം കണ്ടിട്ടാണോ റസൂലെ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അതല്ല ഉമറെ, പിന്നെ എന്തുകൊണ്ടാ നബിയെ നിങ്ങൾ കരഞ്ഞ്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഉമറെ മക്കയിൽ ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുമ്പോ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഒരു ചെറുപ്പക്കാരനെ തൊട്ട് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. അവന്റെ സ്വഭാവവും അവന്റെ പണവും കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, നാദാ അയാളെ ഒന്ന് മുസ്ലിമായി കിട്ടിയിരുന്നെങ്കിലെന്ന്. പ്രാർത്ഥന കേട്ടിട്ടോന്നറിയാലോ ഉമറെ, അല്ല അയാളെ മുസ്ലിമാക്കി. അന്നു മുതൽ ആ മനുഷ്യൻ അയാളുടെ മുഴുവൻ സ്വത്തുക്കൾ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ പട്ടിണി മാറ്റാൻ തുടങ്ങി. എന്നിൽ വിശ്വസിച്ചതിന്റെ പേരിൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട പല അടിമകളെയും ആ മനുഷ്യൻ മോചിപ്പിച്ചു. പട്ടിണി കിടന്ന സഹാബാക്കളുടെ വയറിന് വേണ്ടി അയാളുടെ പണം അയാൾ ചെലവഴിച്ചു. ഇന്ന് ഉമറെ ഞാൻ ചെലവ് ചോദിച്ചപ്പോ, ഞാൻ ദാനം ചോദിച്ചപ്പോ മദീനത്തെ പള്ളിയിൽ കിടക്കുന്ന എന്റെ പട്ടിണിപ്പാവങ്ങളായ സഹാബത്തിന്റെ കൂടെ അന്തി ഉറങ്ങുന്ന ആ പട്ടിണിപ്പാവത്തെ നിനക്ക് കാണണോ ഉമറെ? എന്റെ അബൂബക്കർ ഇന്ന് ദരിദ്രനാ. മദീനത്തെ പള്ളിയിൽ കിടക്കുന്ന പട്ടിണിക്കാരുടെ കൂടെ കിടക്കുന്ന അബൂബക്കറിന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടണമെങ്കിൽ ആളുകൾ കൊടുക്കണം ഉമർ. ആ അബൂബക്കറിനെ ചിന്തിച്ചപ്പോ എനിക്ക് സഹിക്കുന്നില്ല ഉമറെ. ഒരു നിമിഷ നേരത്തേക്ക് അബൂബക്കർ സിദ്ദീഖിനോട് മത്സരിക്കാൻ പോയ മനസ്സിനെ ശപിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് കെട്ടിപ്പിടിച്ചു. പടച്ചോൻ അവർക്ക് കൊടുത്തതിനേറെ നമുക്ക് തന്നിട്ടുണ്ട്. അന്നൊരു കാരൊക്കെ 8 ചീളാക്കി സഹാബത്ത് നോമ്പ് നോറ്റു, നോമ്പ് തുറന്നു. ഉണ്ടായിട്ട് തിന്നാത്തതല്ല, അല്ലാഞ്ഞിട്ട. അബൂ താലിബിന്റെ തായ്വരയിൽ പച്ചമണല് വാരി തിന്നു, പച്ച ഇല കടിച്ചു തിന്നു. ഇന്നെന്തു കുറവാ മനുഷ്യരെ പടച്ചോൻ എനിക്കിങ്ങൾക്കും തന്ന്. വാഹനത്തിന് വാഹനം, തിന്നാന് ഭക്ഷണം, ആവശ്യത്തിന് പണം, ചോർന്നൊലിക്കാത്തൊരു കൂര, ഇതൊക്കെ പടച്ചോൻ തന്നിട്ടും കിട്ടുന്നതിനനുസരിച്ച് ദുനിയാവൻ എങ്ങനെയുണ്ട് വാരിപ്പിടിച്ച് വലുതാക്കാനുള്ള വെപ്രാളത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിലാ നമ്മള്. സ്വന്തം ജീവിക്കാൻ പോലും മറന്നുപോയ ആൾക്കാരുണ്ട്, സ്വന്തം കബറ് പോലും ചിന്തിക്കാത്ത ആളുകള്.
ഈ രണ്ടാമത്തോ ഇന്ത്യങ്ങളെയും കബറിലേക്ക് കൊണ്ടുപോകാനില്ല, അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയതാ. സഹാബി ചോദിച്ചു, നബി എന്റെ ഒന്നുമില്ല നബിയെ, ഞാൻ എന്താ കൊടുക്കുക? റസൂൽ ഇറങ്ങി പുഞ്ചിരിച്ചാ മതി, അതാ എന്റെ സ്വതക്ക. അതിന്റെ അർത്ഥം എന്താ? കാലണ വകുപ്പുള്ളവൻ അതിൽ നിന്ന് കൊടുക്കണം എന്നാ, അല്ലാണ്ട് പൈസക്കാർ കൊടുത്താൽ മതി എന്നല്ല. എനിക്ക് ആകെ ദിവസക്കൂലി 150, ഞാൻ എങ്ങനെയാ കൊടുക്കാന്നല്ല ചിന്തിക്കണ്ടേ. കാലണയാണോ എനിക്കുള്ളത്, അതിൽ നിന്ന് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം. ഇത് നമ്മളെ കബറിന് വേണ്ടിയാ, ആളെ കാണിക്കാനല്ല. മൂന്നാമത്തത് ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ് മറ്റൊരാളെ അറിയിച്ചു കൊടുത്താലും കബറിലേക്ക് കൂലി കിട്ടും. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ല അജ്രി ഫാഇലിഹി, ഒരാളൊരു നന്മ മറ്റൊരാളെ അറിയിച്ചാൽ മരിച്ചാലും ഇനി അവൻ ചെയ്താൽ അതിന്റെ കൂലി അറിയിച്ചു കൊടുത്തോന് കിട്ടും. ഞാൻ മരിച്ചാലും ഞാൻ പറഞ്ഞെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റമുണ്ട്, എന്റെ കബറിലേക്ക് അതിന്റെ കൂലി കിട്ടും. അങ്ങനെയാണ് നമ്മളെ കൊണ്ടൊരു ദീൻ പഠിച്ച ഒരാൾ ആരാ ഈ സമുദായത്തിൽ? നമ്മൾ പഠിച്ചൊരറിവ് ആർക്കാ മനുഷ്യരെ നമ്മൾ അറിയിച്ചു കൊടുത്ത്? ഇതുപോലെ കേട്ടുപോകാനേ നമ്മളിൽ പലർക്കും പറ്റൂ. ഒരു സംഘാടകനാകാനോ പരിപാടി സംഘടിപ്പിക്കാനോ കുടുംബത്തിലെ 4 ആൾക്ക് ദീനിന്റെ അറിവ് പറഞ്ഞു കൊടുക്കാനോ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നാട്ടുപോട്ടെ സ്വന്തം വീട്ടിലുള്ള ഒരാളുകൾക്ക് ഒരു ദീന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അല്ലേ? അവനാന്റെ കുടുംബത്തിലുള്ള എത്ര മരുമക്കളാ പള്ളി കയറാത്ത പെൺകുട്ടികളുള്ളത്? ഈ ഇരിക്കുന്ന എത്ര പുരുഷന്മാരുടെ മക്കളാ അല്ലെങ്കിൽ ഭാര്യമാരാ പള്ളി കയറാത്ത ഭാര്യമാരുള്ളത്? എന്തേ പള്ളിക്ക് പോകാത്തെന്ന് ചോദിച്ചാൽ ഭാര്യമാര് തിരിച്ചു പറയും, ഞങ്ങൾ പണ്ടേ പള്ളിക്ക് പോകാത്തോല. കാരണം പെണ്ണുങ്ങൾക്ക് പള്ളി ഹറാമാന്ന് പഠിച്ചവരാ ഞങ്ങൾ. എങ്കിലും നമ്മൾ പഠിച്ചു, ലോകത്തിന്റെ പ്രവാചകൻ സുബഹിക്ക് നമസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ ആദ്യം പുരുഷന്മാരോട് പറയും, അവിടെ ഇരിക്കുങ്ങള്. സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഞങ്ങൾ എഴുന്നേറ്റ് പോയാൽ എന്താ? റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, ബേക്കുന്ന സ്ത്രീകൾ സഫ്ന്ന് എണ്ണീറ്റ് പോട്ടെ, അവരും നിങ്ങളും ഒരുമിച്ചിറങ്ങിയാൽ ഇടകലരും, അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പോകരുത്, പുരുഷന്മാർ അവിടെ ഇരിക്കി, സ്ത്രീകൾ എഴുന്നേറ്റ് പോകണം. അതിന്റെ തെളിവെന്താ? മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാന്റെ കൂടെ ജമാഅത്തിൽ സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന് മദീനത്തെ പള്ളിയിൽ വരുമ്പോ കുത്തുകിട്ടി വാർന്നൊലിക്കുന്ന ചോര കൈകൊണ്ട് പൊത്തിപ്പിടിച്ച ഉമർ ബേക്കോട്ട് മറഞ്ഞു വീകാൻ പോയപ്പോ ഓടി വന്നു തോളിൽ താങ്ങിയത് മദീനത്തെ പള്ളിയിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിസ്കരിക്കാൻ നിന്ന ഭാര്യ ആത്തിക ബീവിയാ. ഈ 2 ചരിത്രങ്ങൾ പച്ചയായി തെളിയിക്കപ്പെട്ടിട്ടും സ്വന്തം വീട്ടിലെ പെണ്ണിനെ അള്ളാന്റെ ഭവനത്തിന്റെ ഉൾഭാഗം കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത നമ്മള് എന്ത് ദീനാ മനുഷ്യരെ സമുദായത്തിന് അറിയിച്ചു കൊടുത്ത്? പണ്ടുകാലത്ത് സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? 9 മാസം ഗർഭിണിയാണോ നഫീസത്ത് മാല എഴുതി കുടിക്കണം. വേറൊരാളോടും സഹായം ചോദിക്കാൻ പാടില്ല. ഹോസ്പിറ്റലിൽ പോയാൽ സഹായം ചോദിച്ചാൽ അത് അള്ളാനോട് ശിർക്ക് ചെയ്യലായി. ഡോക്ടർമാര് പരിശോധിച്ച് സഹായം തന്നാൽ അത് ശിർക്ക് ചെയ്യലായി. അന്ന് ഹൈന്ദവ വിശ്വാസമായിരുന്നു മുസ്ലിം സമുദായത്തിനും. പിതാ രക്ഷിതി കൗമാരേ ഭർത്താ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, കൊടുക്കരുത് പെണ്ണിന് സ്വാതന്ത്ര്യം, എഴുത്തും വായനയും പഠിപ്പിക്കരുത് എന്ന് മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറി. അപസ്മാരം ബാധിച്ച മകന് പള്ളിയിൽ ഉസ്താദ് മന്ത്രിച്ചൂതിക്കൊടുത്ത് ഏലസ് കെട്ടി മടിക്കടന്ന് മക്കൾ മരിക്കുന്നത് കണ്ടു വാവിട്ട് കരഞ്ഞ വാപ്പാരുണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്നത് മാറി. എന്തേ കാരണം? ദീനറിഞ്ഞ ചില പണ്ഡിതന്മാര് ഈ കാണിച്ചു കൂട്ടുന്ന പുരോഹിത വർഗത്തിനെതിരെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഇറങ്ങി. അവര് പഠിച്ച സത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, സെയ്ദ് മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ മഹാന്മാരായ പണ്ഡിതന്മാർ മുച്ചൂടും ത്യാഗം ചെയ്ത് കേരളത്തിലിറങ്ങി. സെയ്ദ് മൗലവിയെ പറ്റി ഉമർ മൗലവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് പട്ടാളപ്പള്ളിയിലേക്ക് മുൻപിൽ നിന്ന് പ്രസംഗിച്ച് വടകരക്ക് നടന്നു പോകുമ്പം കടപ്പുറത്ത് കൊയിലാണ്ടി കടപ്പുറത്ത് നേര് കിട്ടി മുൻവശത്തുള്ള 2 പല്ല് പൊട്ടിയിട്ടും വടകര ചെന്ന് 2.5 മണിക്കൂർ പ്രസംഗിച്ച സെയ്ദ് മൗലവിയുടെ ത്യാഗം കൊണ്ടാ മനുഷ്യരെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനും പെൺകുട്ടികളെ പഠിപ്പിക്കാനൊക്കെ നമുക്ക് കഴിവ് കിട്ടിയേ. അതിന്റെ കൂലി ഓല് കവറിലേക്ക് കൊണ്ടുപോവുക. ഞമ്മക്കെന്താ പഠിപ്പിക്കാൻ പറ്റിയേ? നമ്മൾ ആരെയാ പഠിപ്പിച്ച്? ഇതിങ്ങനെ കേൾക്കും, ചെവിട്ടുകൂടെ കേറ്റും, മറ്റേ ചെവിട്ടുകൂടെ വിടും, 4 അഭിപ്രായം പറയും. ഒരു ദീനിന്റെ ആളായിക്കൂടാൻ നമ്മളെ കിട്ടൂല. അവനാന്റെ കുടുംബത്തില് മക്കളെ, ബന്ധുക്കളെ, എത്ര ആളുകളാ നമ്മൾ അറിയുന്നവര് ഖുറാഫാത്ത് ചെയ്ത് മരിച്ചു എന്ന്? എത്ര പെൺകുട്ടികളാ ബിദ്അത്തിന്റെ വീട്ടുകളിൽ കയറി ചെല്ലേണ്ടി വരുന്നത്? നാളെ കബറിലേക്കുള്ള 3ാമത്തതാ. ഞാനീ പറഞ്ഞു കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാ ഞാൻ മരിച്ചാലും എന്റെ കബർക്ക് കിട്ടും. അള്ളാന്റെ റസൂൽ അതുകൊണ്ടാ പറഞ്ഞത്, ദുനിയാവെന്ന് കൊണ്ടുപോകാനുള്ളത് അതേ ഉള്ളൂ. അല്ലാണ്ട് കെട്ടിപ്പൊക്കിയ പൊന്നും പണവും ആരാ മനുഷ്യരെ കബർക്ക് കൊണ്ടുപോയത്? ചുരുട്ടിപ്പിടിച്ച് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന നമ്മളെ അള്ളാന്റെ മണ്ണൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് കാണുന്നവരെ ബോധ്യപ്പെടുത്താൻ 2 കൈയും അരഭാഗത്തേക്ക് ചേർത്ത് വെച്ച് 3 വള്ളപ്പടവയിൽ പൊതിയുമ്പോ ഉറപ്പാ കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ മണ്ണ് നമ്മൾ കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകാൻ റബ്ബ് സമ്മതിക്കുകയില്ല. ആ കബറിലേക്ക് ജീവിതം കഴിഞ്ഞാലുള്ള ജീവിതം, കബറെന്ന ജീവിതമാ മനുഷ്യരെ ജീവിതം. അവിടെ രക്ഷപ്പെടാനാ ദുനിയാവിലെ ജീവിതം. അല്ലാണ്ട് ദുനിയാവ് വാരിപ്പിടിച്ച് വെപ്രാളപ്പെട്ട് പരക്കം പാഞ്ഞ് ഓടി തമ്മിലടിച്ച് മുഷിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല.
ഏത് സെക്കൻഡും നമ്മൾ സ്വന്തം മരണത്തിന് ശേഷമുള്ളൊരു ലോകത്തെപ്പറ്റി ചിന്തിക്കണം, ആ ജീവിതത്തെപ്പറ്റി ആലോചിക്കണം. അതുകൊണ്ട് ആ പഴമക്കാര് പാടിപ്പറഞ്ഞതും ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. 2-3 ദിനം കൊണ്ട് അഴുകുന്നതാണീ നേത്രം 2, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട്. അത്രയുള്ളൂ മനുഷ്യരെ ദുനിയാവിലെ ജീവിതം. ആ ദുനിയാവിലാ നമ്മൾ മത്സരിച്ചോടിക്കൊണ്ടിരിക്കുക. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. 6 അടി മണ്ണിലെത്തുന്നത് വരെ നമ്മൾ ഓടും. ആ ഓട്ടത്തിന്റെ ഇടയിൽ നമുക്ക് കിട്ടിയത് എന്ത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. അതിനാ ജീവിതം, അതിനാ പടച്ചോൻ നമുക്ക് ആയുസ്സും സമയവും നീട്ടിത്തരുന്നത്. അതിനുവേണ്ടി ആ ഒരു ആഹാരം പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ ഖബറിന് വേണ്ടി മത്സരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നിരവധി തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് നാഥ. എല്ലാം പുറത്തു മാപ്പാക്കി നീ നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ നിരവധി കുടുംബങ്ങൾ കണ്ണുനീരിലാണ് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, സ്വന്തം മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടി മരിച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മക്കളാവാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ ഒരു വലിയ യത്തീംഖാനയാണ് തിരൂരങ്ങാടി യത്തീംഖാന. ഇപ്പോഴും 300-ലധികം യത്തീം മക്കൾ അവിടെ